الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. സമാദരണീയരും ബഹുമാന്യരുമായ ബാപ്പു സ്ലിയാർ, സുലൈമാൻ ഫൈസി, ബഹുമാനപ്പെട്ട റഹീം ഫൈസി, സമീർ ഫൈസി തുടങ്ങി നമ്മുടെ ഈ വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രഗത്ഭരായ പാലക്കാട് ജില്ലയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ഈ സദസ്സിനെ ഇത്ര ധന്യമാക്കിയ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് വന്ന ആളുകളുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ പ്രതികൂലമെന്ന് പറഞ്ഞുകൂടാ, കാരണം ഈ സമയത്ത് ജനങ്ങൾ മഴ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു നമുക്ക് ധാരാളം മഴ വർഷിപ്പിച്ച് തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ പശ്ചാത്തലവും പ്രവർത്തനവും ഒക്കെ മനസ്സിലാക്കി ഒട്ടേറെ പ്രവർത്തകർ എന്നെ വിളിച്ച് ചോദിച്ചു എന്താണെന്ന് അവിടെ പരിപാടി എന്നൊക്കെ. ആ രീതിയിലൊരു പ്രചരണം നടന്നതുകൊണ്ട് പല ഭാഗത്തും ചില പ്രവർത്തകർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലാവസ്ഥയുടെ ഈ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ കനത്ത മഴയിൽ ഇരിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഈ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നിങ്ങളോട് പറയാനുമുള്ളത്, നമുക്ക് പ്രസംഗിക്കാൻ, മനസ്സ് തുറന്ന് പ്രസംഗിക്കാൻ തീർച്ചയായും മണ്ണാർക്കാട് അള്ളാഹു ഒരു അവസരം ഇലക്ഷന് ശേഷം ഉണ്ടാക്കി തരുമാറാവട്ടെ. കണക്ക് തീർത്ത് പറയേണ്ടവരോട് ചില കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പറയാനുണ്ട്. അത് പറയാനൊരു സന്ദർഭം ഉണ്ടാക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. കാരണം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ, ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പണ്ഡിത പാരമ്പര്യമുണ്ട്. മഹാന്മാർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കെട്ടിപ്പടുത്തതും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും നമുക്കതിന്റെ പ്രവർത്തനങ്ങൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്നതും ഈ സമൂഹത്തിന്റെ വിശ്വാസവും അതുപോലെ തന്നെ കർമ്മവും നേരായ പാതയിൽ നിർത്തി അവർക്ക് മതബോധം നൽകുക എന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ പാത നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ബിദഈ പ്രസ്ഥാനത്തെ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ അപക്വതയും ജനങ്ങളെ ശരിക്ക് തെര്യപ്പെടുത്തി വളരെ സമാധാനപരമായ മാർഗത്തിലൂടെ നേരിന്റെ പാതയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ കേരളക്കരയിൽ 90 വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ 100ാം വാർഷികം വളരെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോഴേക്കും നമുക്കറിയാം, സമത്വയുടെ പന്താവിൽ നിന്ന് വ്യതിചലിച്ച്, സമത്വയുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇലക്ഷനിൽ പോലും ആഹ്വാനം മുടക്കി ജനസമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് സമത്വയുടെ 100ാം വാർഷികമാകുമ്പോഴേക്കും ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല. 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് അല്ലാഹു ദീർഘായുസ്സ് തരുമാറാവട്ടെ. നമ്മളെ സമത്വമായിട്ടുണ്ടാവുള്ളൂ. കാരണം ഒന്നുകിൽ മറ്റുള്ളത് പിരിച്ചുവിടപ്പെടുകയോ അതല്ലെങ്കിൽ അത് സമത്വയിൽ ലയിച്ചു പോവുകയോ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ചെറിയ മാലിന്യങ്ങളൊക്കെ വലിയ പുഴയിൽ ലയിച്ചാൽ അതിന്റെ ഒരു ദുസ്ഥിതി പിന്നെ കാണാറില്ല. അങ്ങനെ ഒരു ദുസ്ഥിതി കാണാതെയും ഇരിക്കുമാറാവട്ടെ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ചരിത്രം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നേ വരെ സമത്വമുണ്ട്, നിങ്ങൾ ഇന്നയാളെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ഇന്നയാളെ ജയിപ്പിക്കണം എന്ന പരസ്യമായൊരു ആഹ്വാനം ഒരിക്കലും എവിടെയും സമത്വം നടത്തിയ ഒരു പാരമ്പര്യമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തന പന്ഥാവ്
നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സമീപനം വന്നപ്പോ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തെറ്റിദ്ധാരണ തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ തീർക്കുന്ന പ്രവർത്തനങ്ങൾ സമത്വ കേരള ജമിയത്തിന് മുമ്പും നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, നിങ്ങൾക്കറിയാം, MDP എന്നൊരു പാർട്ടി ഇവിടെ വന്ന പ്രത്യേക സന്ദർഭത്തിൽ ആ പാർട്ടിയെ സമത്വ കേരള ജമിയത്തിലുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുകയും അത് സമത്വയുടെ പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ മഞ്ചേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മത്സരിക്കാൻ MDPയുടെ സ്ഥാനാർത്ഥി വരികയും അത് സുന്നികളുടെ സ്ഥാനാർത്ഥിയാണ്, സമത്വയുടെ സ്ഥാനാർത്ഥിയാണ്, ബാക്കിയുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. വലിയ വലിയ മഹാത്മാക്കളായ സമത്വയുടെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ പ്രത്യേകമായി മഞ്ചേരി സഭാഹാളിന്റെ ഗ്രൗണ്ടിൽ ഒരു പ്രത്യേക യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിന് പേരിട്ടത് തന്നെ പണ്ഡിത സമ്മേളനം എന്നാണ്. ആ 84 പണ്ഡിത സമ്മേളനം വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, MD സമത്വ കേരള ജമിയത്തും അതിന്റെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. സമത്വ കേരള ജമിയത്തുലമയുടെ രാഷ്ട്രീയം ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായി രാഷ്ട്രീയം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ആ ഒരു സമീപനമാണ് സമത്വ കാലങ്ങളായി കൊണ്ടു നടന്നിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തെ നേതൃത്വം നൽകി നന്മയിലേക്ക് നയിക്കുന്ന ബാഫയ്ക്ക് കുടുംബവും പാണക്കാട് കുടുംബവും ഒക്കെ സജീവമായി മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും അതുപോലെ സമത്വ കേരള ജമിയത്തുലമയുടെ മുമ്പിലും പ്രവർത്തിച്ചു. അവർ സമത്വ കേരള ജമിയത്തുലമക്കും അതുപോലെ തന്നെ സമത്വ കേരള ജമിയത്തുലമയുടെ ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. രണ്ടും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് സുസാധ്യമായി എന്നത് കേരളത്തിന്റെ ചരിത്രം പഠിച്ച ഏതൊരാൾക്കും അറിയാം. അന്നൊരാളും സമത്വ കേരള ജമിയത്തുലമയിൽ രാഷ്ട്രീയം ആരോപിച്ചില്ല, സമത്വ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞില്ല. അത്തരത്തിലൊരു പ്രചരണം സമത്വ കേരള ജമിയത്തുലമയിൽ ഉണ്ടായിരുന്നില്ല. ഇലക്ഷനിൽ ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ സമത്വ മുന്നോട്ട് വരാറുമില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ കേരളക്കരയിൽ ഇപ്പോൾ വാർഷികം ആഘോഷിച്ച സമത്വ കേരള ജമിയത്തുലമയുടെ 90-ാം വാർഷികം ആഘോഷിച്ച സമത്വ കേരള ജമിയത്തുലമയുടെ പ്രവർത്തന ബന്ധാവിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത ഒരു രാഷ്ട്രീയ അല്ല ഞാൻ കൊടുത്തത് അല്ലെങ്കിൽ മട്ടല്ലേ, അങ്ങനെയല്ലേ സാറിനെല്ലാം ചെയ്യാനുള്ള ഹസ്ബൻഡായിരുന്നു. നമ്മൾ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു അവിഹിത മാർഗമല്ല, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ആ മാർഗം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ചെയ്തു കൊടുക്കണം. കാലാവസ്ഥയുടെ ഈ മാറ്റവും അതുപോലെ തന്നെ പ്രവർത്തകർ ഒരുക്കിയ സൗകര്യത്തിന്റെ കുറവും ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കി പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ മനോഹരമായിട്ട് പറയാനുള്ള അവസരം വരുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു അങ്ങനെ ഒരു അവസരം തരും എന്നാണ് എനിക്ക് തീർച്ചയായും എന്റെ മനസ്സ് പറയുന്നത്. പടച്ച റബ്ബ് നമ്മളെ സഹായിക്കുമാറാവട്ടെ. അതിന് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം, ഉസ്താദ് കേട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല, ആ ദുആ വന്നിട്ട് കാര്യമില്ല. ജനങ്ങളെ കബളിപ്പിക്കുന്ന ദുആ ചെയ്തിട്ടും ഫലമില്ല. ആ രീതിയിൽ ഉംറക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പോലും ബസ്സിലിരുത്തിക്കൊണ്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ദ്വാരപ്പിക്കുന്ന അവസ്ഥ, ആ രീതിയിൽ അതുപോലെ സിയാറത്തിന് പോകുന്ന ആളുകളെ വിളിച്ചു വരുത്തി ദ്വാ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതല്ല. മറിച്ച് ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ സംഘശക്തി തകർക്കപ്പെടാൻ ഒരു കൂട്ടർ ശ്രമിക്കും. അത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ സമത്വ കേരള ജമിയത്തുലമയുടെ പേരിലാണ് ഈ പ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണം നടത്തുന്ന ആളുകൾ എന്തിനാണ് ആ പ്രചരണം നടത്തുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ എന്നെക്കാൾ നന്നായി അറിയാം. സംഭവം നടന്നത് ഈ മണ്ഡലത്തിൽ, ഇലക്ഷൻ നടക്കുന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ. ഈ മണ്ഡലത്തിൽ അതൊരു ചർച്ചയല്ല, വിഷയമല്ല. ഈ മണ്ഡലത്തിൽ അത് വിഷയീഭവിക്കുന്നില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബ വഴക്കിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായൊരു സംഭവം, അത്തരം സംഭവം എവിടെ ഉണ്ടാകുന്നതിനും ആരുണ്ടാക്കുന്നതിനും നമ്മൾ എതിരാണ്. അതിനാരാണെങ്കിലും ശരി, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന അർത്ഥത്തിലാണ് നമ്മളുള്ളത്. അവിടെ എന്താണ് നടന്നത് എന്ന് ആ പ്രദേശത്ത് പോയി അന്വേഷിച്ചാൽ അറിയും. അക്രമം ആര് നടത്തിയാലും, അത് നേരത്തെ നടത്തിയാലും പിന്നെ നടത്തിയാലും, അത് കുടിപ്പകയാണെങ്കിലും എന്താണെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് ഈ മണ്ഡലത്തിൽ സഹായത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പോഴും ഇലക്ഷൻ സമയത്ത് അത് ഉദിക്കുന്നില്ല. എന്നാൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ 2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം, ആ സംഭവം നടന്ന് 2-2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ഇലക്ഷന്റെ സമയത്ത് MLA-യുടെ മുമ്പിൽ ഈ പ്രശ്നം ഉന്നയിക്കുവാനും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയാക്കുവാനും എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, തന്റെ മുമ്പിൽ സഹായ ഹസ്തം നീട്ടുന്നതിന് വേണ്ടി ആരൊക്കെ വന്നുവോ, ആരൊക്കെ സഹായം വേണമെന്ന് പറഞ്ഞ് കൈനീട്ടിയോ, ഏത് വിഷയത്തിലാണെങ്കിലും മുമ്പിൽ വന്ന ആളുകളോട് മണ്ണാർക്കാട് ഇപ്പോൾ മത്സരിക്കുന്ന MLA അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുപയോഗിച്ചുകൊണ്ട് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാൾക്കും അക്കാര്യത്തിൽ അദ്ദേഹത്തോട് വിരോധമില്ല.
ഞാൻ തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യമായതുകൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി പറയുന്നതല്ല. വ്യക്തിപരമായി ഒരു വ്യക്തിക്കെതിരെ തെറ്റ് പ്രചരിപ്പിക്കുന്നതിന്റെ യാഥാർത്ഥ്യം നമ്മൾ പറയണമല്ലോ. ആര് സഹായാർത്ഥന നടത്തിയാലും തന്നെ കൊണ്ട് കഴിയുന്ന സഹായമാണ് ചെയ്തിട്ടുണ്ട്, ആരെയും അവഗണിച്ചിട്ടില്ല. പക്ഷേ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് ചിലർ സമീപിച്ചപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തത്തോടെ തുറന്നു പറഞ്ഞു, ഈ കേസിൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. ആ കേസിനെ കുറിച്ച് മീഡിയകളിൽ വന്നത് കൃത്യമായി നമ്മൾ കണ്ടു. പോലീസ് കേസെടുത്ത് നമ്മൾ കണ്ടു. അങ്ങനെ കുടുങ്ങുമെന്നായപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആളും അതേപോലെ തന്നെ അയാളുടെ സഹായിയായ സ്ത്രീയും വിലങ്ങ് വെക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി MLA-യുടെ മുമ്പിൽ വന്നപ്പോ ധാർമ്മികോത്തരവാദിത്തത്തിന്റെ പേരിൽ MLA പറഞ്ഞു, ഞാൻ സഹായിക്കില്ല. അത് രാഷ്ട്രീയ വിരോധമായിരുന്നില്ല, മറ്റു പ്രസ്ഥാന വിരോധമായിരുന്നില്ല, ധർമ്മത്തിന്റെ പക്ഷത്ത് MLA നിന്നു എന്ന് മാത്രം. ഈ രീതിയിൽ സത്യത്തിനെതിരെ ചെയ്ത ഒരു വിഭാഗത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നതുകൊണ്ട് ഒരാൾ ക്രൂശിക്കപ്പെടാൻ പാടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും. നമ്മുടെ മക്കൾക്കായിരുന്നു ആ ഗതി വന്നിരുന്നത് എങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും? MLA ആയ സഹായം നൽകിക്കൊണ്ടത് മറച്ചു വെക്കാൻ കൂട്ടുനിന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഗതി? പിന്നെ ഈ തിന്മ ആവർത്തിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികൾ പിച്ചു ചീന്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ലേ? അവിടെ സത്യത്തിൽ ഈ സംഗതി പുറത്തു പറയാൻ കഴിയാതെ, ഇതിൽ സഹായിച്ചില്ല എന്ന് പറയാതെ, അത് മറച്ചു വെച്ചുകൊണ്ട് വേറെ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അന്നത്തെ ഈ വൃത്തികെട്ട പ്രവർത്തനത്തിൽ സഹായം കൊടുത്തില്ല എന്നതിന്റെ പേരിൽ പക പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കണം, ഇതിന്റെ സത്യം അറിയുവാനും അത് അറിയിക്കുവാനും കെൽപ്പുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധവും കൂടി അവർക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ആളുകൾ അത് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് തന്നെ അങ്ങനെ പറഞ്ഞത് അപകടമായി പോയി എന്നൊരു തോന്നലുണ്ടായി. കാരണം അവരാഗ്രഹിക്കാതെ പീഡന കേസ് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. നമ്മളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ മണ്ഡലത്തിൽ തന്നെ പല യോഗങ്ങളുണ്ടായപ്പോഴും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്തു എന്നല്ലാതെ പിന്നെ അത് ലൈവാക്കി നിർത്തുവാനോ ഈ സമൂഹത്തിൽ അതൊരു മോശപ്പെട്ട പ്രവൃത്തിയാക്കി വളർത്തുവാനോ നമ്മൾ അനുശമിച്ചില്ല. കാരണം അങ്ങനെ സംഭവിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ. ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതിലുപരി നമ്മളതിൽ ഇടപെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് നിയമപരമായി കോടതി ജാമ്യം കൊടുത്തപ്പോ MLA ജാമ്യമായി കൊടുത്തു എന്ന രീതിയിലാണ് പ്രചരണം നടന്നത്. കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്, അതിൽ MLA-ക്ക് ഒരു ചുക്കും വഹിക്കാൻ കഴിയില്ല എന്ന കാര്യം കോടതി നടപടിക്രമങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക വിവരമുള്ള ആളുകൾക്കറിയാം. അങ്ങനെ എന്ന് മാത്രമല്ല, ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട്, അഥവാ കല്ലാങ്കുടി സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം ആഴ്ചകൾക്ക് ശേഷം തന്റെ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ കുറ്റ്യാടിയിൽ വെച്ച് അവരുടെ പ്രമുഖനായ നേതാവ് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും അതിന്റെ നേതാക്കളെയും വളരെ നന്നായി പുകഴ്ത്തി പ്രസംഗിച്ചത് വളരെ വ്യക്തമായി പത്രങ്ങളിലൊക്കെ വന്നതാണല്ലോ. അതിന്റെ കാരണം എന്താ? അവരുണ്ടാക്കുന്ന കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രത്തിൽ സഹായത്തിന് അവർ മന്ത്രിമാരെ വിളിച്ചപ്പോൾ അവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്ന് നോളജ് സിറ്റിയിലെ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ പ്രസംഗിച്ചത്. ആ സംഭവത്തിൽ എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് അന്ന് ഈ വിരോധമുണ്ടായില്ല? കല്ലാങ്കുടി സംഭവം നടന്ന ആഴ്ചകൾക്ക് അപ്പുറത്തല്ലേ സംഭവിച്ചത്. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ എന്താ കാരണം? ഉയർത്തിക്കൊണ്ടുവരാൻ കാരണം MLA-യോടുള്ള വ്യക്തിപരമായ കുടിപ്പകയാണ്. അതിന് നമ്മൾ രാഷ്ട്രീയമായി കണ്ടുകൂടാ. അതിനെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയമായി കണ്ടുകൂടാ. അത് രാഷ്ട്രീയമല്ല. ആ രംഗത്ത് കൃത്യമായി തെറ്റിദ്ധാരണക്കെതിരെ നമ്മൾ ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഒരു അധർമ്മം നടക്കുമ്പോൾ ആ അധർമ്മത്തിനെതിരെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. MDP സമത്വയുടെ സംഘടനയാണെന്ന് പ്രചരിപ്പിച്ചപ്പോൾ അതല്ല നമ്മൾ പറഞ്ഞില്ലേ? അതിന് നമ്മുടെ നേതാക്കൾ മുന്നോട്ട് വന്നില്ലേ? എന്ന പോലെ ഈ വിഷയത്തിൽ മറുപക്ഷത്തെ ഒരു വ്യക്തി ജനങ്ങളെ തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനം സ്വീകരിക്കാൻ യാതൊരു തരത്തിലും സമൂഹത്തിന് ബാധ്യതയില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ നമുക്കില്ലേ? ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് സഹായിച്ചാൽ മണ്ണാർക്കാട്ടെ വോട്ടർമാർക്കിടയിൽ എന്നല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഈ നേതാവിന്റെ വാക്കിന് ഒരു വിലയും സമൂഹം കൽപ്പിക്കില്ല എന്ന് ഈ സമൂഹം തെളിയിച്ചു കൊടുക്കും. അതിന്റെ സമയമാണ് സമാഗതമാകാൻ പോകുന്നത്. ഒരു പക്ഷേ മുഖം കെടുത്തണേ എന്ന് കണ്ണിയത്ത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫലപ്പെടുക, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അത് പുറത്തു വരിക. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തിയിട്ട് ചില പാർട്ടികളുടെ വോട്ട് വിലക്ക് വാങ്ങാനുള്ള ഉത്സുക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് അത് സംബന്ധമായി മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തരത്തിൽ ഫാസിസ്റ്റുകളുടെ വോട്ട് പോലും വില കൊടുത്ത് വാങ്ങിയിട്ടെങ്കിലും തങ്ങളുടെ വാക്ക് ശരിക്ക് പുലരണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനു വേണ്ട അണിയറ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വളരെ
ഗൗരവത്തോടെ നമ്മൾ ആ വിഷയത്തെ കാണണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന വീതിയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വഹിച്ച പങ്ക് നിങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിന് പുറത്തുള്ള മുസ്ലിംകൾ അനുഭവിക്കുന്ന കട്ടപ്പാടുകളും പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സമത്വം നേടിക്കൊടുത്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് ആരോ പ്രസംഗിച്ചുവെന്നറിഞ്ഞു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പാഠശാലകളാകുന്ന മദ്രസകളിലൂടെ കുട്ടികൾക്ക് സംഘടന പഠിപ്പിക്കലാണെന്ന്. ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അവർ നേരത്തെ നമ്മുടെ മദ്രസക്ക് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. ഇവർ ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷം കോഴിക്കോട്ട് അവർ ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് തുറന്നുകൊണ്ട് ആദ്യമായി അവരുടെ പത്രത്തിൽ കൊടുത്ത വാർത്ത നമ്മളൊക്കെ ഇന്നും എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് മാവൂർ റോഡിലേക്ക് മാറ്റി എന്നാണ് അവർ കൊടുത്തത്. ഇനി എന്ത് ഫീസും അവിടെ കൊണ്ടുവന്ന് അടക്കണമെന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അപ്പോഴാണ് സമത്വ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കൃത്യമായ പത്രക്കുറിപ്പ് വന്നത്. ചേളാരിൽ തന്നെയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഇവർ ചെയ്ത പ്രവർത്തനം നമ്മുടെ മദ്രസകളിൽ നിന്ന് പിരിവെടുക്കുന്നതും മറ്റും ആ തരത്തിലുള്ള ഓഫീസിൽ കൊണ്ടുപോയി അടച്ച് ചേളാരിയിൽ ഒരു ഫീസും അടക്കാതെ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ നടത്തി ഈ മദ്രസയിലെ ഫീസ് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് സമത്വയുടെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കൃത്യമായി പ്രഖ്യാപിച്ചത് കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയും അനുകൂലിക്കുന്നവർ മാത്രമേ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കരാർ പത്രം ഒപ്പിടണം, അല്ലാത്തവർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. എന്തിനാണ് സമത്വ അങ്ങനെ തീരുമാനമെടുത്തത്? ഇവര് മദ്രസയിൽ മുഅല്ലിങ്ങളെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന 10-27 വർഷം മുമ്പുള്ള ഈ സംഭവങ്ങളെ കുറിച്ച് പുതുതലമുറക്ക് പരിചയമുണ്ടാവില്ല. മദ്രസകളിൽ മുഅല്ലിങ്ങൾ കയറിയിട്ട് പിരിവെടുത്തിട്ട് ചേളാരി കൊണ്ടുപോയി ഫീസ് അടക്കില്ല. പൊതുപരീക്ഷയുടെ ഫീസ് അടക്കം പിരിച്ചെടുത്തിട്ട് മാവൂർ റോഡിൽ കൊണ്ടുപോയി അടക്കും അവര്. അങ്ങനെ നമ്മുടെ മദ്രസയിൽ ഈ മുഅല്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കമ്മിറ്റിക്കാർ അറിയില്ല. ഇപ്പൊ നിങ്ങളൊക്കെ മുഅല്ലിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മദ്രസയിൽ പിരിവെടുക്കുന്നത് ഒരുപക്ഷെ മദ്രസ കമ്മിറ്റി അറിയില്ലല്ലോ. നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പലപ്പോഴും അറിയില്ല. ചില സന്ദർഭത്തിൽ പൊതുപരീക്ഷയ്ക്ക് പോലും കുട്ടികളെ ഫീസ് അടക്കാതെ അപകടപ്പെടാറുണ്ട് ചില മുഅല്ലിങ്ങളുടെ അനുഭാവം കൊണ്ട്. അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നടക്കുമ്പോഴും കമ്മിറ്റിക്കാരത്ര കൃത്യമായി നോക്കാറില്ല. കണിശമായി നോക്കുന്ന സ്ഥലത്തൊന്നും സംഭവിക്കാറുമില്ല. ആ തരത്തിൽ മുഅല്ലിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച കമ്മിറ്റി കാര്യങ്ങളൊക്കെ അവരേൽപ്പിക്കും. അങ്ങനെ വന്നപ്പോൾ പല മുഅല്ലിങ്ങളും ഈ പ്രവർത്തനം തുറന്നപ്പോ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തീരുമാനമെടുത്തു, മുഅല്ലിം ശരിക്ക് സമത്വയുടെ നേതാക്കളെ അംഗീകരിക്കുന്നവരാകണം. ആ കരാർ പത്രത്തിന്റെ പശ്ചാത്തലത്തിലെ മദ്രസയിൽ ജോലി ചെയ്യാവൂ എന്ന നിയമം വെച്ചപ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പോഴാണ് ഇവർ പ്രയാസപ്പെട്ടത്. അതിനുശേഷം പിന്നീട് അവർ ചെയ്ത പ്രവർത്തനം ഏത് സ്ഥലത്തും മദ്രസ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. എങ്ങനെയെങ്കിലും ജനറൽ ബോഡിയിൽ 10 പേരെ ഉള്ളുവെങ്കിലും ആ 10 പേർ ജനറൽ ബോഡിയിൽ ബഹളമുണ്ടാക്കി ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളുടെ സിലബസ് പഠിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ പല മദ്രസകൾക്കും ചുമര് വെച്ചു. ചില മദ്രസകളിൽ 2-3 ക്ലാസ്സുകൾ അവരുടെ പാഠം, ബാക്കി ക്ലാസ്സുകളിൽ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠം, ഇങ്ങനെ വീതം വെപ്പ് ഏർപ്പാടുണ്ടാക്കി. ചുരുക്കത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തെ താളം തെറ്റിച്ചെങ്കിൽ മാത്രമേ പുതുതലമുറയുടെ തങ്ങൾക്കൊപ്പം നിൽക്കാൻ കിട്ടുമെന്ന് അവർക്കറിയാം. അതിന് അവരുടെ പാഠം കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ ആദർശം പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെറുപ്പത്തിലെ കുട്ടികളെ കിട്ടണം. ഇതാണ് മദ്രസയെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനുവേണ്ടി പല സ്ഥലത്തും മദ്രസകളുടെ സിലബസ് മാറ്റി, പല സ്ഥലത്തും മദ്രസ കമ്മിറ്റികളുടെ വ്യാജമായി രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഭാഗമായിരുന്നു പെരുവണയിൽ ഒരു മദ്രസ വ്യാജ രജിസ്ട്രേഷൻ നടത്തിയത്. അത് വക്കീലിനോട് ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കാതെ വന്നപ്പോ ശംസുൽ ഉലമ തന്നെ സ്വപ്നത്തിൽ ആ വക്കീലിനോട് വന്ന് പറഞ്ഞതും ആ വക്കീൽ അത് ഏറ്റെടുത്തതും സമത്വക്ക് ആ മദ്രസ തിരിച്ചു കിട്ടിയതും നിങ്ങളൊക്കെ കേട്ട കാര്യമാണ്. കൃത്യമായി ആ സംഭവം സമൂഹം അറിഞ്ഞതാ. സുന്നി അഫ്കാരിൽ കൃത്യമായി വന്നതാണ്. ഇത്ര കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും പല സ്ഥലത്തും അവർ മദ്രസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ അവർ ചെയ്ത എന്താ? ഇവിടെ വന്ന് പ്രസംഗിച്ചത് ആരാവട്ടെ, എനിക്ക് വ്യക്തിപരമായി ആരോടൊരു വിദ്വേഷവുമില്ല. അവരുടെ ആ തരംതാഴ്ന്ന ശൈലിയിൽ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയുമില്ല. ഒരു മാന്യമായ ശൈലിയിൽ നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാണ്. മറ്റു ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എന്തും പറയാൻ നമുക്കത് കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമുക്ക് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്, അവർ ആ ചെയ്ത പ്രവർത്തനം അതിവിടെ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രസംഗം നടത്തിയത്. പ്രസംഗത്തിലൂടെ പറഞ്ഞത് കേട്ടു, പല ആളുകളും എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിലെ പ്രധാന ഭാഗം സമത്വയുടെ മദ്രസയിൽ പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിലൊക്കെ ലിസാനുൽ ഖുർആനിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് വളരെ മോശമായ തരത്തിൽ കോഴിക്കോട്ട് ഇസ്ലാമിക് സെന്റർ ഉണ്ട്, കോഴിക്കോട്ട് സമത്വ ഓഫീസുണ്ട്, ഇസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയെ പരിചയപ്പെടുത്തുന്ന പാഠഭാഗമാണ്. ഞാൻ ഈ പ്രസംഗം ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും നടന്നതായി കേട്ടു.
പല പ്രദേശത്തും ഇവർ പ്രസംഗിച്ചത് ഈ മദ്രസയിൽ കുട്ടികൾക്ക് ഇസ്ലാമിക് സെന്ററിനെ കുറിച്ചും ഇസ്ലാമിക് സാഹിത്യ അക്കാദമിയെ കുറിച്ചും SKSSF കുറിച്ചും സമത്വയുടെ ഓഫീസിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാ മുഅല്ലിങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നത്? ഇതാണ് ചോദ്യം. ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഇത് ശരിയല്ല എന്ന് തോന്നിപ്പോകും. കാരണം എന്താ? ചില ആളുകളുടെ ഒക്കെ ധാരണ ഈ പഠിപ്പിക്കുന്നത് പുതിയൊരു സംഘടനയാണെന്നാ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക സംഘടനയാണ് സമത്വയുടെ കീഴ്ഘടകങ്ങള്. ആ കീഴ്ഘടകങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഭാഗമാണ്. വിദ്യാഭ്യാസ ബോർഡ് സമത്വയുടേതാ, നമ്മുടെ മഹല്ല് സമത്വയുടേതാ. ആ സമത്വയിൽ രജിസ്റ്റർ മദ്രസയാ. അപ്പൊ SKSSF SBB ഒക്കെ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനല്ലേ SBB. ഇനി ഇരിക്കട്ടെ, ഇതൊരു പാഠ്യ പദ്ധതിയായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ധരിപ്പിക്കുന്ന എന്തിനാ? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫിഖ്, അഖ്ലാഖ്, അതുപോലെ തന്നെ ദീനിയാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ അറബി ഭാഷാ പഠന പുസ്തകമാണ് ലിസാനുൽ ഖുർആൻ. ഫിഖിൽ എവിടെയെങ്കിലും സമത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? താരീഖിൽ മഹാന്മാരായ നേതാക്കന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടാവും. സ്വാലിഹികളുടെ ചരിത്രമല്ലാതെ എന്ത് സംഘടനയാണ് താരീഖിൽ പഠിപ്പിച്ചത്? ലിസാനുൽ ഖുർആനിൽ പഠിപ്പിക്കുന്നത് എന്താ കാരണം? ഈ ലിസാനുൽ ഖുർആനിലെ വാചകങ്ങൾ വായിച്ച് ലിസാനുൽ ഖുർആനിൽ ഇതാ ഇന്നത് പഠിപ്പിക്കുന്നു, ലിസാനിൽ ഇന്നത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ലിസാനിലെ വാചകങ്ങൾ വായിച്ചുകൊണ്ട് കോഴിക്കോട്ട് ISI ഉണ്ട്, കോഴിക്കോട്ട് SKSSF ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെലവിന് കൊടുക്കണ്ട എന്ന് പറയുന്ന ആളുകളോട് മിതമായ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കിതാബ് ഓതി ദർസ് പഠിച്ചു വന്നാൽ ഭാഷ പഠിപ്പിക്കുമ്പോ ഭാഷ പഠിക്കാൻ ആവശ്യമായ ചേരുവകൾ ചേർക്കും. ഇപ്പൊ നമ്മളൊക്കെ കാര്യമായിട്ട് പള്ളിന്റെ മെഹ്റാബിലൊക്കെ മറിച്ചു വെച്ച് പോകുന്ന കിതാബാണ് അൽഫിയയും, അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള നെഹ്വിന്റെ കിതാബുകളും അതിന്റെ മേലുള്ള നെഹ്വിന്റെ കിതാബുകളും. ഇപ്പൊ അൽഫിയൊക്കെ ഓതാത്ത മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവൂല. അൽഫിയയിൽ എന്താ ആവശ്യം? അൽഫിയൽ ഫിഖ് അല്ല പഠിപ്പിക്കുന്നത്, അഖ്ലാഖ് അല്ല പഠിപ്പിക്കുന്നത്, തസൂഫ് അല്ല പഠിപ്പിക്കുന്ന ഭാഷയാ. അതുകൊണ്ട് തന്നെ അൽഫിയ പഠിപ്പിക്കുന്ന സമയത്ത്, അറബി ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടി ചില വാചകങ്ങൾ, ചില കവിതകളൊക്കെ ഉപയോഗിക്കും. ആ കവിതകളൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഉദാഹരണമായി ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ നേരെ അർത്ഥം വെച്ചപ്പോ കണ്ടോ, അറിയുന്ന ആൾക്കാർ ചിരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ. നോക്ക് നിങ്ങൾ, അതാണ് എന്റെ അവസ്ഥ. അന്ന ഉമ്മക്കുമോ ശരീമോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നേർക്ക് വെച്ചാൽ ചെലവ് കിട്ടുമോ? അങ്ങനെ ആലോചിച്ച് നോക്കി. അത് പറഞ്ഞു കൊടുത്താൽ ചെലവ് കിട്ടുമോ? നിങ്ങൾക്ക് എങ്ങനെ ചെലവ് കിട്ടും? അതിന്റെ അർത്ഥം എന്താ? അത് ഭാഷ പഠിപ്പിക്കാനാണ്. ഭാഷ പഠിപ്പിക്കാൻ ചില ബൈത്തുകൾ ആ രീതിയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗിച്ച പ്രയോഗം തെറ്റാൻ നിങ്ങൾ എവിടെയും പ്രസംഗിച്ചിട്ടില്ലല്ലോ. എന്താ കാരണം? അത് ഭാഷ പഠിപ്പിക്കാനാണ്. ഭാഷ പഠിപ്പിക്കാൻ പ്രഗത്ഭരുടെ കവിതകൾ ആ രീതിയിൽ പ്രയോഗിക്കപ്പെടും. ആ കവിതകൾ പറയും, ആ കവിതകൾ സമൂഹം പഠിക്കും. ഇത് സാധാരണ നടക്കുന്നല്ലേ? ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് അതേ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം വളരെ മനോഹരമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഭാഷാ പഠനത്തിന് ചിലപ്പോ കേരളത്തെ കുറിച്ച് പറയേണ്ടി വരും. ഏത് ഭാഷാ പഠന പുസ്തകത്തിനും ചിലപ്പോ കഥകൾ ഉണ്ടാകും. അവിടെ ഉദ്ദേശം ഭാഷ പഠിപ്പിക്കലാണ്. അതിന് നല്ലൊരു മാർഗം സ്വീകരിച്ചു എന്നല്ലേ ഉള്ളൂ. അതിലപ്പുറം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ പഴയകാല ഷായറും ബെയ്ത്തൊക്കെ ശരിക്കും നമ്മൾ ചെല്ലിയാൽ അതിലൊക്കെ അശ്ലീല ചുവ പരത്തുന്ന ഒരുപാട് വാചകങ്ങളും ആ രീതിയിൽ ലൈംഗികത ത്രസിക്കുന്ന ഒരുപാട് പദപ്രയോഗങ്ങളും കാണാൻ കഴിയും. എന്താ കാരണം? അങ്ങനെയാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് അതിൽ നിന്ന് മാറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ടോ? അതുകൊണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചും സംഘടനയെ കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പുസ്തകം കുട്ടികളുടെ സമയം കളഞ്ഞുകൊണ്ട് സ്ഥാപനം പഠിപ്പിക്കാനുള്ളതല്ല, കുട്ടികളുടെ സമയം കളഞ്ഞുകൊണ്ട് സംഘടന പഠിപ്പിക്കലല്ല, മറിച്ച് ഭാഷാ പഠനത്തിന് വേണ്ടി വെച്ചു കൊടുത്ത മാനദണ്ഡങ്ങളാ. ഫിഖ്, അഖ്ലാഖ്, മറ്റ് വിഷയങ്ങളൊക്കെ ഓരോന്ന് പരിശോധിച്ച് നോക്കൂ. അതിലൊക്കെ കൃത്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മസാലകളും കാര്യങ്ങളുമാണ് വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരാരോപിച്ചു സുപ്രഭാതം പത്രത്തെ കുറിച്ച്. ഇന്നേ വരെ സുപ്രഭാതം പത്രം ഈ സമൂഹത്തിനെതിരെയാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും വ്യാജമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തെങ്കിലും കൈയിൽപ്പെട്ടാൽ അത് തിരുത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സുപ്രഭാത പത്രം ഈയിടെ പ്രസിദ്ധീകരിച്ച വാർത്തയായിരിക്കും അവർ പ്രകോപിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മണ്ണാർക്കാട്ടെ അട്ടപ്പാടി ഭാഗത്തെ ഒരു സ്ഥാപനത്തിലെ പീഡന കേസിൽ ഒരു കൂട്ടുപ്രതിയുണ്ട്, ഒരു പെണ്ണ്. ആ കൂട്ടുപ്രതിയെ പത്രത്തിൽ നിങ്ങൾ വായിച്ചതാ. ആ സ്ത്രീയുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ നേതാവ് സന്ദർശിക്കാൻ വന്നു. എന്താ ഈ കൂട്ടുപ്രതിയുടെ മാതാവുമായി കൂട്ടുപ്രതിയായ പെണ്ണിന്റെ കുടുംബ ഇയാൾക്ക് എത്ര വലിയ ബന്ധം? അപ്പോൾ സന്ദർശിക്കാൻ വേണ്ട കാര്യം എന്താ? അപ്പൊ അവരുടെ പ്രവർത്തകരെ തന്നെ ഇത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി
തിരിച്ചയച്ചു എന്ന വാർത്ത പത്രത്തിൽ വന്നു. ഈ തിരിച്ചയച്ചു എന്ന വാർത്ത സുപ്രഭാതത്തിൽ കൊടുക്കുമ്പോ ആ വാർത്ത മണ്ണാർക്കാട്ടെ ലേഖകൻ തയ്യാറാക്കി അവിടെ അയച്ചു. ആർക്കും അതിൽ പങ്കില്ല. മണ്ണാർക്കാട് ലേഖകനാ, ഇതൊരു വസ്തുതയാണ്. അതിനെതിരെ ഇവിടെ വന്നിട്ട് സുപ്രഭാതം പത്രത്തെ കുറിച്ച് വളരെ മോശമായ പരാമർശം നടത്തിയെന്നറിഞ്ഞു, കള്ളത്തരം പ്രചരിപ്പിക്കുന്നെന്നറിഞ്ഞു. അത് പ്രസംഗിച്ച ആളോടും അതിനെ ന്യായീകരിക്കുന്ന ആളുകളോടും രണ്ട് കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, ഈ കൂട്ടുപ്രതിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം വരാൻ മാത്രമുള്ള ബന്ധം എന്ത്? ഒന്ന്. രണ്ട്, വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം അതല്ല, ഇത് വ്യാജ വാർത്തയാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ഈ സ്റ്റേജിൽ വെച്ചാണ് ഇട്ട് വെല്ലുവിളിക്കുന്നു. സുപ്രഭാതത്തിനെതിരെ നിയമ നടപടിക്ക് തയ്യാറുണ്ടോ? മുന്നോട്ട് വാ. സുപ്രഭാതം പത്രത്തിന് നിയമ നടപടി എടുക്ക്. സുപ്രഭാത പത്രത്തിന്റെ നോട്ടീസ് അയക്കും, മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അത് നോട്ടീസ് അയക്കുമ്പോൾ അതിന് നിയമപരമായ നടപടിയുമായി മുന്നോട്ട് വരും. വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ തരത്തിലുള്ള മാന്യമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ആ രീതിയിൽ സത്യം മാത്രം സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ പ്രവർത്തനത്തെ ശാക്തീകരിക്കാൻ മുന്നോട്ട് വരലല്ലേ വേണ്ടത്. അതേപോലെ ഇവിടെ പറഞ്ഞു വന്ന് കേട്ടു, ഞങ്ങൾ ഇന്നേ വരെ രാഷ്ട്രീയമായി ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നവർ 989 ആദ്യമായി തുടങ്ങുന്നത് എപ്പോഴാ? 89 പരസ്യമായിട്ട് പറഞ്ഞു ഇന്ന പാർട്ടിയെ പരാജയപ്പെടുത്തണം, ആ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, അതുകൊണ്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ കൃത്യമായി പറഞ്ഞു മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ നാളെ പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും എന്നവർ പറഞ്ഞു. അങ്ങനെ പറയാൻ അവർക്ക് അവകാശം ആർക്കും പറയാം. പക്ഷേ സമത്വയുടെ കൊടി കെട്ടി പറഞ്ഞൂടാ. സമത്വ കേരള ജംഇയ്യത്തുൽ വേദിയിൽ വെച്ച് പറഞ്ഞൂടാ. ഇദ്ദേഹം സമത്വയുടെ വേദിയിൽ വെച്ച് സമത്വയുടെ കൊടി കെട്ടിയാണ് പറഞ്ഞത്. അത് തെറ്റാണെന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ നേതാക്കൾ പറഞ്ഞു. ആ സമീപനം തുറന്നു കാലങ്ങളോളം. ഇപ്പോഴും ചെയ്ത പ്രവർത്തനം സമത്വയുടെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ അണികൾ എന്ന് പറഞ്ഞിട്ടാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ സമൂഹത്തിൽ രാഷ്ട്രീയ ഇടപെടൽ സമത്വക്ക് ഒരിക്കലും എവിടെയും ഇല്ലായിരുന്നു. ബാഫക്കി തങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല, പൂക്കോയത്തങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല. ബാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങളും സമത്വയെ നയിച്ച മഹാരഥന്മാരാണ്. ശംസുലമയുടെ കാലത്തിലല്ലോ. ശംസുലമൻ ആദ്യ കാലത്ത് ശംസുലമ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ആരും പറഞ്ഞില്ലല്ലോ ശംസുലമ ചെയ്തു സമത്വയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയി എന്ന്. ബാഫക്കി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും കാലത്തില്ലാത്ത ആരോപണം. അവർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റുമാരായിരുന്നു. അതുപോലെ തന്നെ അവർ സമത്വ കേരള ജംഇയ്യത്തുൽ മുഷാവറ മെമ്പർമാരായിരുന്നു. അന്നില്ലാത്ത ആരോപണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ആ ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാ? 974 നിങ്ങളുടെ ഈ ജില്ലയിൽ വെച്ച് നടന്നൊരു മുഷാവറ യോഗത്തിൽ അഖിലേന്ത്യാ നേതാവ് സമത്വ കേരള ജംഇയ്യത്തുൽ മുഷാവറയിൽ വരികയും അത് കഴിഞ്ഞ ഉടനെ 79 അദ്ദേഹം ആവശ്യപ്പെട്ടു സമത്വ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. അത് പറ്റില്ലെന്ന് സമത്വ പറഞ്ഞപ്പോൾ അത് മനസ്സിൽ വെച്ച് കൊണ്ടു നടന്നു. അങ്ങനെ തനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും മുന്നോട്ട് പോയി. അവസാനം 89 ഇവരുടെ പ്രവർത്തനത്തിന്റെ മൂർധന്യ ദശയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയിൽ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് സമത്വ ഒരിക്കലും നടത്താൻ പാടില്ലെന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തിയത് കൊണ്ട് അച്ചടക്ക നടപടിയെടുത്ത് 6 പേരെ പുറത്താക്കി. ആ അച്ചടക്ക നടപടിയെടുത്ത് 6 പേരെ പുറത്താക്കുമ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന ആരാ? ഇപ്പുറത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് പഠിക്കണം. ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്? ഒരൊറ്റ സംഭവം ഞാൻ പറയാം. വാഴക്കാട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്റെ വീട്ടിൽ നിന്ന് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് മുഷാവറയുള്ള ദിവസം ബഹുമാനപ്പെട്ടവർ ചൂട്ടുകെട്ടി പുറപ്പെടും കോഴിക്കോട്ടേക്ക്. മുഷാവറയുള്ള ദിവസം ചൂട്ടുകെട്ടി കണ്ണിയത്ത് ഉസ്താദ് പുറപ്പെടും. സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച പാവം മനുഷ്യൻ പുറപ്പെടുന്നു. ഫറൂഖ് ചുങ്കത്ത് വെച്ച് സുബൈ നമസ്കരിക്കും. അവിടുന്ന് ഒരു കട്ടൻ ചായ വാങ്ങി കുടിച്ച് ബഹുമാനപ്പെട്ടവർ വീണ്ടും നടക്കും. അങ്ങനെ നടന്ന് കോഴിക്കോട് മൂതാക്കര പള്ളിയിൽ ചെന്ന് മുഷാവറ യോഗം ചേർന്ന് ആ മുഷാവറ യോഗത്തിൽ വെച്ച് ഒരുപാട് ചർച്ചകൾ നടക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ പല സംശയങ്ങളുമായി വന്നിട്ടുണ്ടാകും. ആ സംശയങ്ങളൊക്കെ കൃത്യമായി ചർച്ച ചെയ്ത് അവർക്ക് മറുപടി കൊടുത്ത് മടങ്ങുമ്പോഴേക്കും വൈകുന്നേരമാകും. റഈസുൽ മുഹഖഖീൻ ഈ യോഗത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീശയിൽ ഒരണയുണ്ടാവും. ഇവിടുത്തെ ഒരങ്കടി കൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദ് പോകുന്നതിന്. ആ ഒരങ്കടി ഇങ്ങോട്ട് ഫറോക്ക് വരെ ബസ്സിന് വരാൻ. അങ്ങനെ തിരിച്ച് ഫറോക്ക് വരെ ബസ്സിന് വന്നാൽ എന്താ ഗുണം? ആ ചുങ്കം വരെ ബസ്സിന് വന്നാൽ പെട്ടെന്ന് നടന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ദർസ് നടത്തിയാൽ 1 or 2 സബക്ക് കുട്ടികൾക്ക് ആ ദിവസം കിട്ടും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു നാണയം കൊണ്ടുപോകുന്നത്. എന്നാ പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ ആദ്യം തന്നെ ബസ്സിന് പോയിക്കൂടെ? അത്രമാത്രം പണമില്ല.
സാമ്പത്തിക ശേഷിയില്ല. ആ സാമ്പത്തിക ശേഷിയില്ലാത്ത പാവം കണ്ണിയത്ത് ഉസ്താദ്, അന്ന് സാമ്പത്തിക ദാരിദ്ര്യമുള്ള നമ്മുടെ ഉസ്താദുമാരുടെ ഗതി നോക്കണം. ഒരു കഞ്ഞി പോലും മര്യാദക്ക് കിട്ടില്ല അവർക്ക്. ടിഎ ഇല്ല, മറ്റൊന്നുമില്ല. മഹാനായ KV ഉസ്താദ് തന്റെ ബന്ധം വെച്ചുകൊണ്ട് അദ്ദേഹം നല്ല വാഴിലായിരുന്നു, നല്ല മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന പ്രബലനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ആ കഴിവ് കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ട് സുപരിചിതനാണ്. അദ്ദേഹം പറഞ്ഞയച്ചാൽ പാണ്ഡികശാലയിൽ ആളുകൾ അല്പം അരി കൊടുക്കും, അത് വെച്ച് കഞ്ഞി കുടിക്കും, മറ്റൊന്നുമില്ല. എന്നിട്ടാണ് ഈ പണ്ഡിതന്മാർ യോഗം ചേർന്ന് പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം കണ്ണിയത്ത് ഉസ്താദ് യോഗം കഴിഞ്ഞ് മുഷാവറ കഴിഞ്ഞ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ശ്രദ്ധിക്കണം, കണ്ണീര് വരും. ഈ സംഭവം ഞാൻ കേട്ടറിഞ്ഞപ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. ഒരു നല്ല പ്രാസ്ഥാനിക പ്രവർത്തകന് നല്ല മാതൃകയുണ്ട് അതില്. മഹാനായ റഈസുൽ മുഹഖഖീൻ കോഴിക്കോട്ട് വന്ന് ബസ് കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ തന്റെ മുമ്പിലേക്ക് ഒരു യാചകൻ വന്ന് കൈ നീട്ടിയപ്പോ ആ പാവത്തിന്റെ ഗതി കണ്ടപ്പോ തന്റെ കീശയിൽ നിന്ന് ഒരു നാണയം എടുത്തു കൊടുത്തു. പിന്നെ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി നടക്കുകയല്ലാതെ വേറെ ഇല്ല. അവർ കോഴിക്കോട്ട് നിന്ന് നടക്കാൻ ആരംഭിച്ചു. ക്ഷീണിച്ച് അവശനായി ഇടയ്ക്ക് പള്ളിയിൽ കയറി അദ്ദേഹം വളരെയധികം വിഷമിച്ചുകൊണ്ട് തന്റെ ദാറുൽ ഉലൂമാകുന്ന വാഴക്കോട്ട പാഠശാലയിലേക്ക് വരികയാണ്. അവിടെ അദ്ദേഹം വന്നാൽ കുട്ടികൾക്കൊരു ദർസ് നടത്തി കൊടുക്കുമെന്നാണെങ്കിലും ശരി. എന്നാൽ അന്ന് അദ്ദേഹം വരുമ്പോ കോഴിക്കോട്ട് നിന്ന് നടക്കുകയല്ലാതെ മാർഗമില്ലാത്തത് കൊണ്ട് നടന്നു വരുമ്പോ പള്ളിയിൽ വിശ്രമിച്ചും ക്ഷീണിച്ചും നടക്കുന്ന ആ മനുഷ്യൻ എത്താൻ വൈകിപ്പോയി. കുട്ടികൾ പലരും വിചാരിച്ചു ഉസ്താദിന് വരില്ല, ഉസ്താദ് വരില്ലെന്ന് വിചാരിച്ച് കിടന്നുറങ്ങിപ്പോയി. ഒരാൾ മാത്രം ഉറങ്ങിയില്ല. ആ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്ന ഹാദ്യമായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഉസ്താദ് വന്ന ഭക്ഷണം കഴിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അയാൾ പള്ളിയുടെ പൂമുഖത്ത് കാത്തിരുന്ന് അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയപ്പോ മുന്നിൽ ശബ്ദം കേട്ടു. ഹൗദൽ ശബ്ദം കേട്ടപ്പോൾ ഉസ്താദ് ആ മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹം ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ ഉസ്താദാണ്. ഉസ്താദ് കിതക്കുന്നുണ്ട്, ഉസ്താദിന് വേർക്കുന്നുണ്ട്, നല്ല ക്ഷീണവും വിശപ്പും ശരിക്ക് കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടപ്പോ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. ഉസ്താദിനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് അയാൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് വേഗം ഭക്ഷണം കഴിക്കണം, ഞാൻ അങ്ങേക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി തയ്യാറാക്കി ആ കൊണ്ടുവന്ന പാത്രം എടുത്തുകൊണ്ട് വൃത്തിയായി സുപ്രയിൽ ഭക്ഷണം വിളമ്പി വെച്ച് ഉസ്താദിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നീ കഴിച്ചോ, ഞാൻ കഴിക്കണില്ല. ഇയാൾക്ക് അത്ഭുതം തോന്നി. കാരണം കോഴിക്കോട്ട് നിന്ന് നടന്ന് ക്ഷീണിച്ച് അവശനായി വേർത്ത് കുളിച്ച് വളരെ പ്രയാസപ്പെട്ട് കിതച്ചു വരുന്ന ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നില്ല എന്നോ? അതെന്താ ഉസ്താദെ? ഉസ്താദ് പറഞ്ഞു, ഈ ഭക്ഷണം കൊടുത്തയക്കുന്നത് ദർസ് നടത്തുന്നതിന് മുദരിസിന് കൊടുത്തയക്കുന്ന ഭക്ഷണമാണ്. ഇവിടെ ദർസ് നടത്തുന്ന മുദരിസിനാണ് ഈ ഭക്ഷണം കൊടുത്തയക്കുന്നത്. ഞാൻ ഇന്ന് കോഴിക്കോട്ടേക്ക് യോഗത്തിന് പോയി തിരിച്ചു വരികയാണ്. കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയി. ഞാൻ ഇന്ന് ഒരു ദർസും നടത്തിയിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ ഒരു ദർസും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണം ഹലാലല്ല. നീ ഇത് കൊണ്ടുവരുന്ന ആളാണ്, നീ കൊണ്ടുവരിക എന്ന പണിയെടുത്തുകൊണ്ട് നിനക്ക് കഴിക്കാം, എനിക്ക് പറ്റൂല. ഇയാൾ കരഞ്ഞു പോയി. ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കൂല, ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കൂല, എനിക്ക് ഈ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സാധു പൊട്ടിക്കരഞ്ഞപ്പോ ഉസ്താദിനോട് ആ സാധു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ വിഷമിച്ചെങ്കിൽ കിടന്നാൽ എനിക്കത് സഹിക്കൂല. അയാൾ പോലും ഭക്ഷണം കഴിക്കുന്നില്ല തന്നെ കൊണ്ട് എന്ന് കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ കഴിക്കാൻ, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നീ മുകളിൽ പോയി കുട്ടികളിൽ നിന്ന് കുറച്ചാളെ വിളിച്ചു കൊണ്ടുവാ. അയാൾ വേഗം പോയി കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നു. കുറച്ച് കുട്ടികൾ ഓടി വന്നു. ഉസ്താദ് വന്നു എന്ന് കേട്ടപ്പോ കിതാബ് കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് ഒരു സബക്ക്, ഒരു അധ്യായം അല്പം ദർസ് നടത്തി കൊടുത്തു. അത് ദർസ് നടത്തി ദീർഘനേരം ദർസ് നടത്തി കൊടുത്തു. ക്ഷീണിച്ച ഉസ്താദ് എന്നിട്ട് കുട്ടികളോട് പോകാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ ഈ ഭക്ഷണം എനിക്ക് ഹലാലായി, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തലയിലേക്ക് കൈവച്ച ഉസ്താദിന്റെ സൂക്ഷ്മത നോക്ക് നിങ്ങൾ. ആ കണ്ണിയത്ത് ഉസ്താദാണ് സമസ്ത കേരള ജമിയത്തുലമ വളർത്തിയത്. എന്താണ് കണ്ണിയത്ത് ഉസ്താദ് അത്ര വലിയ സൂക്ഷ്മത വളർത്താൻ കാരണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വചനമുണ്ട്, തർക്കുൽ ലുക്മത്തിൻ മിൻ ഹറാം, തർക്കുൽ ലുക്മത്തിൻ മിൻ ഹറാം. ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണ്, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഉപേക്ഷിക്കലാണ്. അഹബ്ബു ഇലയ്യ മിൻ അൽഫി റകഅത്തിൻ തതവ്വുഅ. 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണെന്ന് നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം ആ ഉസ്താദിന് കൃത്യമായി തന്റെ മനസ്സിലേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹറാമായ ഭക്ഷണം ഒരു പിടി കഴിക്കാതിരിക്കലാണ് 1000 സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട കാര്യം
നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ടെന്താ, ഒരുപാട് സ്വലാത്ത് ചൊല്ലിട്ടെന്താ, ഒരുപാട് കരഞ്ഞു ദ്വാരന്നിട്ടെന്താ, സത്യസന്ധത സാമ്പത്തിക കാര്യത്തിൽ പുലർത്താതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടി വിറ്റ് പൈസ വാങ്ങിയിട്ട് ഈ സമൂഹത്തെ വഞ്ചിച്ചിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി കരഞ്ഞാൽ അതൊന്നും വോട്ടാകുമെന്ന് കരുതണ്ട മക്കളെ. അതെനിക്ക് പറയാനുള്ളത്. ഒന്നും വോട്ടാവുമെന്ന് കരുതണ്ട. നിങ്ങൾ അടിസ്ഥാനം പഴിച്ചു പോയിട്ടുണ്ട്. കാരണം എന്താ? മത്അമുഹു ഹറാം മൽബസുഹു ഹറാം വഖദ ഉദിയ ബിൽ ഹറാം. അന്യായത്തിൽ ഊട്ടപ്പെട്ട ശരീരവും അന്യായത്തിൽ ഊട്ടപ്പെട്ട ഭക്ഷണവും അന്യായത്തിൽ ഊട്ടപ്പെട്ട വസ്ത്രവും കൊണ്ട് നടക്കുന്ന ആളുകൾ വലിയ താടിയും വലിയ തലപ്പാവും വെച്ച് ദുആ ചെയ്തിട്ട് പടച്ച റബ്ബ് അത് സ്വീകരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ. അങ്ങനെ വന്നാൽ ഈ ഇതിന്റെ ആളുകളെ തിരിച്ചറിയണം നിങ്ങൾ. അതാ വേണ്ടത്. ആത്മീയ സദസ്സിന് അതിന്റെ ഒരു ഗൗരവമുണ്ട്. പണ്ഡിത വേഷത്തിന് അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. അത് മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന ആളുകൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരത ചെറുതാണോ? ചിന്തിക്കും നിങ്ങൾ. ആ ക്രൂരമായ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്ന ആളുകളെ ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. കാരണം ഒന്നാമത് 10 മണി എന്നൊരു സമയത്തിന്റെ ക്ലിപ്തത വേണം. ഇലക്ഷൻ കാലഘട്ടമാണ്. രണ്ടാമത്തേത് നിങ്ങളൊക്കെ വലിയ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ രംഗം കാണുമ്പോൾ ഈ കാലാവസ്ഥയുടെ മാറ്റത്തിൽ നിങ്ങളുടെ ഇരുത്തത്തിലൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. കാരണം മഴ പെയ്തിങ്ങനെ ചെളി തെറിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പടച്ച റബ്ബ് അനുഗ്രഹിച്ചാൽ മറ്റൊരു സമയത്തെ നമുക്ക് വിശാലമായി മനസ്സുറന്ന് പ്രവർത്തിക്കാൻ കഴിയൂ, പ്രസംഗിക്കാൻ കഴിയൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് വരാൻ തീർച്ചയായും അവസരം ലഭ്യമാകുമെന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുക. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ജനസമൂഹത്തിന് നിലനിൽക്കുന്ന ഭദ്രമായ സാമൂഹിക അന്തരീക്ഷം തകർക്കാനാണ് ഇവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്നത് മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഓരോ പ്രവർത്തനവും ഇവർ ചെയ്തതെടുത്ത് നിങ്ങൾ നോക്ക്. ഈ ഉമ്മത്തിന് തലവേദന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളല്ലാതെ എന്ത് പ്രവർത്തന ഇവർ കേരളത്തിൽ നടത്തിയത്? 989 സമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷം അവർ ഈ ഉമ്മത്തിനെ ഈ തരത്തിൽ വട്ടം കറക്കുന്ന പ്രവർത്തനങ്ങളിലേ നടത്തിയിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒന്നാമത്തെ പ്രവർത്തനമായിരുന്നു നമുക്കൊക്കെ പൂർവ്വകാലം മുതൽ സുപരിചിതമായ ഒരു സംഗതിയാണ് മാസമുറപ്പിക്കുന്ന രീതി. നമ്മുടെ കാളിമാർ ഉത്തരവാദപ്പെട്ട നേതാക്കളെ ബന്ധപ്പെട്ട് മാത്രം ചെയ്യുക എന്ന ഏർപ്പാട്. അന്ന് മാസമുറപ്പിക്കുന്ന പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന 2 പേരാ. ഒന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ കോഴിക്കോട് സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോയ തങ്ങൾ. ഈ 2 മഹാരഥന്മാരായ ആലിമീങ്ങളും, 2 ആളും ആലിമീങ്ങളാണ്, 2 ആളും സയ്യിദുമാരാ. 2 പേരും മഹാപണ്ഡിതന്മാരാ. ആ 2 പണ്ഡിതന്മാരാകുന്ന സയ്യിദന്മാർ ആലോചിച്ച് മാസമർപ്പിക്കും. നമ്മളൊക്കെ അത് സ്വീകരിക്കും. ഉദയം വ്യത്യാസമുള്ള സ്ഥലത്ത് അവർ ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ ക്രമം അനുസരിച്ച് അവിടെയും ചെയ്യും. കേരളത്തിൽ മൊത്തം ഈ പാണക്കാട് കുടുംബവും കോഴിക്കോട്ടെ കാദിയും മാസമർപ്പിച്ചോന്നാ ശ്രദ്ധിക്കാറുള്ളത്. ആ ഒരു പാരമ്പര്യം ഒരു കെട്ടുറപ്പിന്റെ പാരമ്പര്യമാണ്. ആ കെട്ടുറപ്പിന്റെ പാരമ്പര്യം ഭദ്രമായി നിലനിൽക്കുന്ന കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെ ഈ കെട്ടുറപ്പ് തകർക്കത്തക്ക വിധം ഇവരാദ്യം ചെയ്ത പ്രവർത്തനം ഓരോ ജില്ലയിലേക്ക് ഓരോ കാദിമാരെ വിന്യസിച്ചു. ഗവൺമെന്റ് കലക്ടർമാരെ പോസ്റ്റ് ചെയ്യും പോലെ ജില്ലയിൽ ഓരോ കാദിമാരെ കോഴിക്കോട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു കാദിയെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് അവര് യോഗം കൂടി അല്ലെങ്കിൽ അവര് തീരുമാനിച്ച് പ്രഖ്യാപിക്കേണ്ട കാദിയെ തെരഞ്ഞെടുക്കേണ്ടത് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുകിൽ ഇമാമാണ്, ഇമാമില്ലെങ്കിൽ നായിബാണ്, നായിബില്ലെങ്കിൽ ദുശൗക്കത്താണ്. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ആരാ? ഇവരൊന്നുമില്ലെങ്കിൽ പിന്നെ കാദിയെ തെരഞ്ഞെടുക്കേണ്ടത് ആ പ്രദേശത്തെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ്. ആ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്ന പ്രദേശത്തെ കാരണവന്മാർ, കമ്മിറ്റിക്കാർ, ഉത്തരവാദപ്പെട്ടവർ, അവര് കാദിയെ ബയ്യത്ത് ചെയ്യുന്നതിന് പകരം കാദി എന്നെ ബയ്യത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാനാണ് കാദി എന്നൊരു പ്രഖ്യാപനം. അങ്ങനത്തെ ഒരു സമയം മുകളിൽ നിന്ന് കാദി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഏർപ്പാട് നമ്മൾ തീരുമാനിച്ച് കാദിയെ ചെന്ന് കണ്ടിങ്ങോട്ട് വരുത്താറല്ല. അങ്ങനത്തെ ഒരു സമീപനമാണ് അവർ ചെയ്തത്. ആ സമീപനം കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ആ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ കാദിമാരെ പ്രഖ്യാപിച്ച ഉടനെ കണ്ടു. അന്ന് വരെ കേരളത്തിലെ പ്രബല വിഭാഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, മറ്റു ചില അവാന്തര വിഭാഗങ്ങൾ പലപ്പോഴും പെരുന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാറുണ്ട്. അവര് പല രീതിയിലും അത് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഏശാറില്ല, സമൂഹത്തിന് അത് ഏശാറില്ല. അതിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ചില മതസംഘടനകൾ വാശിക്ക് വേണ്ടി ചില സമയത്തൊക്കെ ചില സ്ഥലത്ത് പെരുന്നാൾ ഉണ്ടാക്കും. വേറെ ചില ആളുകൾ ഭൂരിപക്ഷത്തിന്റെ കൂടെ കൂടും. അതങ്ങനെയാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു മാസം ഉറപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ നടത്തിയതാരാ? മാസം ഉറപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ നോമ്പും പെരുന്നാളും രണ്ടാക്കിയതാരാ? ഇരുന്ന് ചിന്തിക്ക്. ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നമായിരുന്നില്ലേ അത്? അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാണക്കാട് തങ്ങൾ ഇക്കാലം അത്രയും മാസം ഉറപ്പിച്ചിട്ട്
കോഴിക്കോട് കാലത്ത് ഇക്കാലം അത്രയും മാസം അർപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു അപാകത വന്നോ? സെയ്ദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾക്ക് ശേഷം കോഴിക്കോട് വന്ന ഖാദിമാരും ആ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഇതിൽ പാളിച്ച വന്നിട്ടുള്ളത്? അവര് ബേപ്പൂരിൽ മാസം കണ്ടു എന്ന് പറഞ്ഞ് കാണാത്ത മാസം കണ്ടുവെന്ന് കള്ളസാക്ഷി പറഞ്ഞ് മാസം ഉറപ്പിച്ചില്ലേ ഇവിടെ? അങ്ങനെ ഒന്ന് ഖാദിക്ക് ബോധ്യപ്പെട്ടാൽ കോഴിക്കോട്ടെ ഖാദി ഉറപ്പിക്കുമല്ലോ, പാണക്കാട് തങ്ങൾക്ക് ബോധ്യപ്പെട്ട പാണക്കാട് തങ്ങൾ ഉറപ്പിക്കുമല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ പെരുന്നാൾക്ക് അരീക്കോട് ഭാഗത്തെ മാസം കണ്ടു എന്ന് ഏതാണ്ട് ഉറപ്പുള്ള ആളുകൾ നേരിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. നേരിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ചെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ പാണക്കാട്ട് പോയിക്കോ, എന്തെങ്കിലും ശരിയാവുന്ന. എന്താ ഈ ബോധം വന്നില്ലാഞ്ഞത്? ആ ബോധം ഉണ്ടാകാൻ ഒരു മാസം ഉറപ്പിച്ചപ്പോ ജനം സ്വീകരിക്കാത്തത് കാണേണ്ടി വന്നു. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ അനുയായികൾക്കറിയാം, ഇനി അവരെ കേന്ദ്രത്തിൽ നിന്ന് മാസം ഉറപ്പിച്ചാൽ അവര് മാത്രമേ ഉറപ്പിച്ചിട്ടുള്ളൂവെങ്കിൽ മുസ്ലിം സമുദായം അത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന കാര്യം കൃത്യമായി അവർ പഠിച്ചിട്ടുണ്ട്. അവിടെ പാണക്കാട്ടേക്ക് വിട്ടോ എന്ന് പറഞ്ഞു. അന്നും പാണക്കാടുമായോ കോഴിക്കോട് ഖാദിയുമായോ ഒന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? അപ്പൊ നിങ്ങൾ തന്നെ തെറ്റ് ചെയ്തു, നിങ്ങൾ തന്നെ തിരുത്തി. അപ്പൊ ഈ ഉമ്മത്തിന്റെ നോമ്പും പെരുന്നാളും രണ്ടാക്കിയ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഈ വിഭാഗീയ ചിന്ത വളർത്തിക്കൊണ്ട് കൊണ്ടുവന്ന ആൾ ആദർശത്തിന്റെ പേരിലാണ് സമൂഹത്തിന് മുമ്പിൽ വന്നത്. ആദർശം എന്ന് പറഞ്ഞിട്ടാണ് മുന്നിൽ വന്നത്. ആ ആദർശം കുവൈത്തിൽ പോയി വിറ്റ് കാശാക്കി പണമാക്കി തിരിച്ചു പോകുന്നില്ലേ? കുവൈത്ത് കരാർ എന്ന് പറയുന്ന ഒന്നൊരു സഭയുടെ മുമ്പിൽ വെച്ച് വ്യാഖ്യാനിച്ചു നോക്ക്. കുവൈത്ത് കരാർ വ്യാഖ്യാനിച്ചത് സുന്നത്തിയമായത്തിന് അനുകൂലമാണെന്ന് ആർക്ക് തെളിയിക്കാൻ പറ്റും? ആ കുവൈത്ത് കരാറോട് കൂടി സുന്നത്തിയമായത്ത് എന്ന് പറയുന്ന ആശയത്തെ വിറ്റു അവര്. എല്ലാവരുമായി വേദി പങ്കിടാമെന്നാണ് ആ കരാറിന്റെ ഒരു മുഖ്യാംശം. ഇവരാകെ ഉന്നയിച്ച പ്രശ്നം എന്താ? ശരീഅത്ത് പ്രശ്നത്തിൽ ശംസുലമ വേദി പങ്കിട്ടു എന്നുള്ളതാ. ശംസുലമയുടെ ഗുരുത്തക്കേട് പോലെ ഇയാള് നേരെ ചെന്നിട്ട് കുവൈത്തിൽ ആ കരാറിന്റെ ഒരു ഭാഗം തന്നെ ഒന്നിച്ച് വേദി പങ്കിടാം പൊതുവിഷയത്തിൽ എന്നതാ. ആ കരാറിലാണ് ഒപ്പിട്ട് കൊടുത്തു. ആ കരാർ ഒപ്പിട്ട് കൊടുത്തപ്പോ പിന്നെ ഇവിടെ വന്നിട്ട് ചിലര് പറഞ്ഞെന്താ, അത് വാദിച്ച് ജയിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഒപ്പിട്ടത്? വാദിച്ച് ജയിച്ചാൽ പിന്നെ ഒപ്പിടണം. കരാറിൽ പറഞ്ഞ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് പൊതുപ്രശ്നത്തിൽ ഒന്നിക്കാം, ഒരേ വേദിയിൽ ഒന്നിക്കാന്ന. അതേ സമയത്ത് വേദിയിൽ ഒന്നിച്ചതാണ് ശംസുലമയെ കുറ്റപ്പെടുത്തിയത്. ഈ രീതിയിൽ പിന്നീട് ഒരുപാട് പൊതുവിഷയത്തിൽ അവർ യോജിക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് പൊതുവേദിയിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രവർത്തനവും നമ്മൾ കണ്ടു. എന്തേ ഈ ഒരു സമീപനം നമ്മുടെ കേരളത്തിലുണ്ടായി? അതല്ലേ ഈ ഉമ്മത്ത് അത്ഭുതത്തോടെ നോക്കി കാണുന്നത്? ഇന്നൊരു സംഘടനയ്ക്ക് ചേർന്ന പ്രവർത്തനമല്ലല്ലോ. പ്രത്യേകിച്ച് കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മതയുള്ള സംഘടനക്ക് ഒരിക്കലും ചേർന്നതല്ലല്ലോ. ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത ഉദാഹരണം നിങ്ങൾ മുമ്പിൽ വെച്ചല്ലോ. എന്നതുപോലെ അതിനുശേഷം അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നോക്ക്. ഒരു മഹലിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വളപുരം തൊലാക്ക്. ചെറുശ്ശേരി ഉസ്താദിന്റെ സ്വഭാവം എന്താ? ചോദ്യം എഴുതി വാങ്ങും, അതിന് മറുപടി കൊടുക്കും. നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് എന്തെങ്കിലും ഫത്വക്ക് ചോദിച്ച അനുഭവം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരും. എഴുതി തരുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് എഴുതി തന്നാൽ അതിന്റെ പുറത്ത് മറുപടി തരാന്ന് പറയും. ഉസ്താദ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു നാടൻ പദമുണ്ട്. തൊള്ളോണ്ട് ചോദിച്ചാൽ തൊള്ളോണ്ട് പറയും, കടലാസ് ചോദിച്ചാൽ കടലാസിന് മറുപടി തരും. അങ്ങനെ പറയാറുള്ളത്. അങ്ങനെ അദ്ദേഹത്തോട് എഴുതി ചോദിച്ചാൽ അദ്ദേഹം മറുപടി കൊടുക്കും. വളപുരം വിഷയത്തിൽ അദ്ദേഹം എഴുതി വാങ്ങി മറുപടിയും കൊടുത്തു. അത് കൃത്യമായിരുന്നു എന്ന് അവർക്കറിയാം. എന്നിട്ടും ഉസ്താദിനെയും സമസ്തയും വഷളാക്കാൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വമ്പിച്ച വിവാദം ഉണ്ടാക്കി. അത് മറ്റു സമൂഹത്തിനിടയിൽ പോലും നമുക്കൊരു മോശമായ പ്രതികരണം ഉണ്ടാക്കി. വളരെ മോശമായ പ്രതികരണം ഉണ്ടാക്കിയത്. കാരണം മോശമായ പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും യോജിപ്പോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ആളുകളാണ്. സത്യത്തിൽ അങ്ങനെ ഒരു വഷളാക്കുന്ന സമീപനം പൊതുവെ ഉണ്ടാക്കിയ എന്തിനാ? വളരെ അപകടമായി പോയില്ലേ? അതൊക്കെ പൊതുസമൂഹം ചർച്ച. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അത്തരം ഒരു ചർച്ച ചെയ്യുമ്പോൾ അത് അന്യ സമൂഹത്തിലെ ആളുകൾക്ക് കേൾക്കുമ്പോൾ അത് എന്തുമാത്രം ഒരു മോശമായ അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കും. അതിവിടെ ഉണ്ടായില്ലേ? നിങ്ങൾ ചിന്തിക്കും. എന്നതുപോലെ അവർ ചെയ്ത ഓരോരോ പ്രവർത്തനങ്ങളും നമ്മുടെ കുട്ടികൾ പണ്ട് മുതലേ മദ്രസയിൽ ഓതി പഠിക്കുന്ന പുസ്തകമാണ് സാധാരണ മുസഹഫ്. ആ മുസഹഫ് നമ്മൾ ഓതുന്നു, അത് പഠിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. റസ്മുൽ ഉസ്മാനി വേണം, ഇല്ലെങ്കിൽ ഈ മുസഹഫ് അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ പോയാൽ ജോലി പോലും കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ തെറ്റിദ്ധരിപ്പിച്ചു. ഗ്രാമത്തിൽ വന്നിട്ട് ഗ്രാമങ്ങൾ ഞങ്ങളൊക്കെ അന്ന് ഒരുപാട് മറുപടി പറയാൻ പോയതാ. ആളുകളോട് പാവങ്ങളോട് പറഞ്ഞു, സ്ത്രീകളൊക്കെ വിളിച്ചിട്ട് ക്ലാസ്സിൽ പഠന ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഈ മുസഹഫ് കുട്ടികൾ ഓതി പഠിച്ചാൽ ഗൾഫിക്ക് പോലും പോകാൻ പറ്റൂല, ഗൾഫിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഈ സാധുക്കൾ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം എന്താ? എന്റെ കുട്ടി വിദേശത്ത് പോയി ജോലിക്ക് പോവുകയാണെങ്കിൽ ഇത് പഠിച്ചാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ ഇനി എന്താ ചെയ്യാ? റസ്മുൽ ഉസ്മാനിയുള്ള മുസഹഫ് അതെവിടെയുള്ളത്? അവരെ മദ്രസയിലുണ്ട്. വിസ സൗദിയിൽ നിന്ന് കൊടുക്കുമ്പോൾ ഈ റസ്മുൽ ഉസ്മാനിയെ പഠിച്ചെന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലേ? ഫോമിൽ അങ്ങനെ ഉണ്ടല്ലേ? ആ രീതിയിലാണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്, കള്ളപ്രചരണം നടത്തിയിട്ട്. പക്ഷെ നമ്മളത് ശരിക്ക് കൗണ്ടർ ചെയ്തു. മാത്രമല്ല പരിശുദ്ധ ഖുർആന്റെ റസ്മിൽ പോലും തർക്കിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഇന്നത്തെ മുസഹഫൊക്കെ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു.
ജനങ്ങൾക്ക് അതിനുള്ള വിശ്വാസവും മതിപ്പുമില്ലേ നഷ്ടപ്പെടുത്തുന്നത്? ആ ഒരു അവസ്ഥാവിശേഷം ചെയ്യാൻ പാടുണ്ടോ? ജനങ്ങളെ ഈമാൻ ചൂഷണം ചെയ്യുന്ന പണിയല്ലേ ചെയ്തത്? അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ എണ്ണി പറഞ്ഞാൽ പുലരും വരെ പറയാൻ മാത്രം അവർ ചെയ്ത പ്രവർത്തനത്തിലെ അപാകതകൾ. അത് ആക്ഷേപമല്ല, അത് ആരോപണമല്ല, പരിഹാസമല്ല, വസ്തുതകളാണോ എന്ന് പരിശോധിച്ച ശേഷം അംഗീകരിച്ച പോരെ. അവസാനം അവർ ചെയ്ത പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് ഒരു ചട്ടി കൊണ്ടുവന്നു, ഇടയ്ക്കൊരു പൊടിയും വന്നു. ഇതൊക്കെ ചെയ്തത് ജനങ്ങളെ ചൂഷണം ചെയ്യാന്നുള്ള ധാരണയിലല്ലേ? ആ ധാരണകളല്ലേ നമ്മൾ കണ്ടതൊക്കെ? ഇതുപോലെ നിരവധി അനുഭവങ്ങൾ സാമ്പത്തികമായി സമൂഹത്തെ ചൂഷണം ചെയ്യാൻ അവർ ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക ചൂഷണം എന്ന ഒരു പ്രവർത്തനമല്ലാതെ പാവപ്പെട്ട ഈ സമൂഹത്തിന് ഗുണകരമായ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? തെരഞ്ഞെടുപ്പിൽ ഇതുവരെ സ്വീകരിച്ച രീതി, തുടക്കത്തിൽ 89 ഇന്ന ആൾക്കാർ തോൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ അന്നാണ് ഇയാൾ എതിർത്ത പാർട്ടിക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായത്. പിന്നെ ഓരോ വർഷവും ഇലക്ഷൻ വരുമ്പോ അദ്ദേഹം ആരെ ജയിപ്പിക്കണമെന്ന് പറയില്ല. സഹായിച്ചവരെ സഹായിക്കും, അല്ലെങ്കിൽ പിന്നീട് തീരുമാനിക്കും, അല്ലെങ്കിൽ സന്ദർഭത്തിനൊത്ത് തീരുമാനമെടുക്കും എന്നൊക്കെ പത്രക്കാർ ചോദിക്കുമ്പോൾ പറയും. ജയിച്ചാലോ ഞാനാണ് ജയിപ്പിച്ചത് എന്ന അവകാശവാദം ഉന്നയിച്ചു വരും. ഒന്നുകിൽ ജയിച്ച ആൾക്ക് കൈ കൊടുക്കാനുണ്ടാവും, അതല്ലെങ്കിൽ അഭിമുഖത്തിൽ പറയും ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ വിജയിക്കുമായിരുന്നില്ല. ഈ തരത്തിൽ ഒരു അവകാശവാദം, എട്ടുകാലി മമ്മൂഞ്ഞി എന്നാണ് സാധാരണ ബഷീറിന്റെ കഥാപാത്രത്തെ നമ്മൾ പറയാറുള്ളത്. ഞാൻ അങ്ങനെ പരിഹസിക്കുന്നില്ല, പക്ഷേ അത് ബഷീറിന്റെ ഒരു കഥാപാത്രമാണ്. ആ നയം മാറ്റി ഈ കൊല്ലമാണ് അദ്ദേഹം വായ തുറന്ന് ഇന്ന ആളെ തോൽപ്പിക്കണം എന്നൊരു വാക്ക് പറഞ്ഞത്. ആ വാക്ക് സമൂഹം ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊള്ളുന്നതിന്റെ മാറ്റം നമ്മൾ അവിടെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, ഇത് സമത്വ കേരള ജമിയത്തുലമയുടെ രീതിയല്ല. സമത്വ കേരള ജമിയത്തുലമ വന്നുകൊണ്ട് നിങ്ങൾ അവിടെ ഇന്നയാളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് സമത്വം ആഹ്വാനം ചെയ്തിട്ട് എന്താ ചെയ്യാത്തത്? സമത്വ കേരള ജമിയത്തുലമ അങ്ങനെ ചെയ്താൽ സമത്വം അയാളെ പോലെ ആവൂലേ? നമ്മുടെ സംഘടനാപരമായി ആ രംഗത്ത് അവിടെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ. പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സമത്വക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. പക്ഷെ വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാവാം, പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം, അവർ അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ടാകാം. അതൊരിക്കലും സമത്വ കേരള ജമിയത്തുലമയുടെ സൽപ്പേരിനെയോ സമത്വ കേരള ജമിയത്തുലമയുടെ നിലനിൽപ്പിനെയോ ബാധിക്കുന്നില്ല. ആ തരത്തിലാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കേരളക്കരയിലെ പൊതുസമൂഹത്തിനിടയിൽ സമത്വ കേരള ജമിയത്തുലമയ്ക്ക് ഒരു നിലയും വിലയുമുണ്ട്. അത് കാലങ്ങളായി കണ്യത്ത് ഉസ്താദിനെ പോലുള്ള, ശംസുൽ ഉലമയെ പോലുള്ള, കൂട്ടുമൽ ഉസ്താദിനെ പോലുള്ള, ഈടെ മരിച്ച കോയക്കുട്ടി ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാർ സൃഷ്ടിച്ചു വെച്ചതാ. അവരുടെയൊക്കെ ജീവിതം മരണം നമ്മുടെ സത്യത്തിന്റെ പക്ഷത്താണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആ മഹാനുഭാവൻ തന്റെ ജീവിതത്തിൽ നേടിയെടുത്ത ആത്മീയമായ കരുത്ത് കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സമത്വ കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ, നിങ്ങൾക്കറിയാം. സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ പല അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ സമത്വയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ്. ആ മഹാനായ മനുഷ്യന്റെ കയ്യിൽ നിന്നും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന് നാരിയത്ത് സ്വലാത്തിന്റെ ഒരു ഇജാസത്ത് ലഭിച്ചിട്ടുണ്ട്. ആ നാരിയത്ത് സ്വലാത്തിന്റെ ഇജാസത്തിനെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു. 2 റക്അത്ത് നിസ്കരിച്ചത് ചൊല്ലിത്തീർക്കുന്ന ഒരു പ്രത്യേക എണ്ണവും അതിന്റെ ഒരു റിയാദയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. മഹാനവരുടെ ഭാര്യയ്ക്ക് ക്യാൻസറായി. നിങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പോയി ചോദിക്ക്. ഞാൻ ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചു ബോധ്യപ്പെട്ടതാ. വായിൽ ക്യാൻസർ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വായിൽ ക്യാൻസർ ആയിട്ട് ഡോക്ടർമാര് പറഞ്ഞു അപകട നിലയിലാണ്. ഇങ്ങനെ ക്യാൻസർ ഉണ്ടായാൽ തരണം ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് അപകട നിലയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഡോക്ടർമാർ. ഇനി ഭൗതിക ചികിത്സ കൊണ്ട് ഫലമില്ല എന്ന് ഉസ്താദിന് ബോധ്യമായി. അത് ബോധ്യപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ചെയ്ത പ്രവർത്തനം അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഉസ്താദ് എന്നോട് പറഞ്ഞ വാക്കതാ. ഡോക്ടർമാർ കൈയൊഴിച്ചപ്പോൾ ഞാൻ പടച്ചോന്റെ വാതുക്ക മുട്ടി. ഞാൻ എനിക്ക് തങ്ങൾ തന്ന ഇജാസത്ത് അനുസരിച്ച് കൊണ്ടുള്ള ആ ക്രമപ്രകാരം തങ്ങൾ പറഞ്ഞ പോലെ ഈ സ്വലാത്ത് അങ്ങനെ ചൊല്ലി, ഇജാസത്ത് പ്രകാരമുള്ള നാരിയത്ത് സ്വലാത്ത് കൃത്യമായ എണ്ണം ചൊല്ലി തീർത്തു, നിശ്ചിത എണ്ണം എണ്ണി തീർത്തു. പിന്നെ കൊണ്ട് ഈ പരിശോധിച്ചു നോക്കി. 2 കൊല്ലം വരെ മാത്രമേ നിൽക്കൂ എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർമാർ മാറ്റി പറഞ്ഞു, ക്യാൻസറിന്റെ അണുക്കൾ ദേഹത്തില്ല, അത് സുഖപ്പെട്ടു. നിങ്ങൾ ഇന്ന് ആനക്കര പോയി നോക്കൂ. കുടുംബത്തിൽ അന്വേഷിച്ചാൽ അറിയാം, കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവതിയായി ജീവിക്കുകയാണെന്ന് മാത്രമല്ല, ക്യാൻസറിന്റെ ഒരു മരുന്നും ഇപ്പൊ വേണ്ട. ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുകയും അപകട നിലയാണെന്ന് പറയുകയും വളരെ മാരകമാണ്, 2 വർഷത്തിലപ്പുറം പോകില്ലെന്ന് പറയുകയും ചെയ്ത അതേ ഡോക്ടർമാർ തിരുത്തി പറഞ്ഞെന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ ഈ ദിക്റിന്റെ ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട്. അതാണ് ദിക്ർ സ്വലാത്തിന്റെ മഹത്വം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സമത്വയുടെ മറുപക്ഷത്തിൽ നിൽക്കുന്ന, സമത്വയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോട് പറയുന്നു, ദയവ് ചെയ്ത് ഈ ദിക്റിലും സ്വലാത്തിലും കൗമിലുള്ള വിശ്വാസം തകർക്കല്ലേ.
ആ വിശ്വാസം തകർത്ത് തരിപ്പണമാക്കല്ലേ? ഈ ഉമ്മത്തിന്റെ കൽബ് നശിപ്പിക്കല്ലേ നിങ്ങൾ? അതൊരു വല്ലാത്ത കൊടും ക്രൂരതയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, ഉസ്താദ് വെൺമേനാട് ദർസ് നടത്തിയിരുന്ന കാലത്ത് മദ്രസ ശാക്തീകരണത്തിന് വേണ്ടി ഒരു പര്യടനം നടത്തിയപ്പോ ഒരു തോണിയിൽ അവർ ഒന്നിച്ച് പുഴ കടക്കുകയാണ് പര്യടനത്തിന്റെ ഭാഗമായി. അന്ന് ചേറ്റുവയിൽ പാലമില്ല, ചങ്ങാടം കടക്കല. എനിക്ക് പോലും അറിയാം, ഞാൻ സംഘടനയുടെ ആദ്യകാലത്ത് ആ ചങ്ങാടം കടന്ന അപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ ജില്ലയിലെ ബഹുമാനപ്പെട്ട യൂസഫ് മുസ്ലിയാർ അവിടെ കൂരിക്കുയിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് അദ്ദേഹം സംഘടിപ്പിച്ച പല പരിപാടിയിലും അദ്ദേഹം വിളിച്ചിട്ട് ചങ്ങാടം കടന്ന് ഞാൻ പോയിട്ടുണ്ട്. ആ പ്രദേശത്ത് ഈ ചങ്ങാടം കടക്കുന്ന സ്ഥലത്ത് ഒരു തോണിയിലൂടെ ഉസ്താദ് ഇങ്ങനെ കടക്കുകയായിരുന്നു. അത്ര ഉസ്താദും കുറച്ചാളുകളും. കാറ്റ് അപകടകരമായ രീതിയിൽ വന്ന് തോണി നിയന്ത്രണം വിട്ട് അഴിമുഖത്തേക്ക് അത് നീങ്ങിപ്പോയി. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള അഴിമുഖത്തേക്ക് തോണി പോകാൻ എളുപ്പമാണ്. ആ അഴിമുഖത്ത് ചെന്നാൽ കടലിൽ പതിക്കും, പിന്നെ പിടിച്ചാൽ കിട്ടൂല. തോണിയാണ്. ആ തോണിയുടെ തുട കുത്തുന്ന ആൾക്ക് അത് നിലത്ത് കുത്താൻ പോലും എത്തുന്നില്ല. ബേജാറായി ആളുകളൊക്കെ കരഞ്ഞു. ഉസ്താദ് ആ കരച്ചിലിന്റെ ഇടയിൽ ഉറക്കെ പറഞ്ഞു, യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഉറക്കെ ആ ദിക്ർ അങ്ങ് ചൊല്ലിയതോടുകൂടി അത്ഭുതകരമെന്ന് പറയട്ടെ, കാറ്റ് ദിശ മാറി വീശി. അങ്ങോട്ട് കൊണ്ടുപോയ കാറ്റ് ഇങ്ങോട്ട് വീശിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവർക്ക് ഇറങ്ങേണ്ട തീരത്തേക്ക് അണഞ്ഞു. ഇത് കോയക്കുട്ടി ഉസ്താദ് തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പത്രത്തിലും വന്നിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ ഒരു അത്ഭുതകരമായ ദിക്റിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുകൊണ്ട് കിട്ടി? അദ്ദേഹത്തിന്റെ വിശുദ്ധി കൊണ്ടാണ്. ചെറുപ്പം മുതലേ നമ്മളൊക്കെ കേൾക്കുന്ന ദുആ സമ്മേളനത്തിന്റെ നായകനാണ് നിങ്ങളുടെ ജില്ലയിലെ ബഹുമാന കരഞ്ഞു പറയുമ്പോ ഈ സമൂഹത്തിൽ വളരെ വിനയത്തോടു കൂടി ജീവിച്ചുകൊണ്ട് ഞാനൊരു വിമാനത്തിൽ പോലും കയറിയിട്ടില്ല എന്ന് പറയുന്ന സാത്വികനായ ഒരു മനുഷ്യൻ പുഞ്ചിരി തൂകിക്കൊണ്ട് കെളിമ ചൊല്ലി മരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? ആരെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്? നമ്മുടെ നേതാക്കളുടെ ആ നൈർമല്യത്തിലാണ് സമത്വയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. CH ഐദ്രോസ് മുസ്ലിയാരെ പോലെ നമുക്കത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറ്റിപ്പുറത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്ത്. ആ പള്ളിയിൽ ഒരു ദിവസം സുബഹിക്ക് ബഹുമാനപ്പെട്ട ഹൈദ്രോസ് മുസ്ലിയാർക്കുണ്ടായ അനുഭവം. ആ മഹാനായ മനുഷ്യൻ ആ സുബഹിക്ക് മുമ്പുള്ള രാത്രി 9 മണിക്കാണ് അവിടെ, രാത്രി 9 മണിക്കാണ് വരുന്നത്. വേറെ ഒരു പരിപാടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നു, ആ പള്ളിയിൽ കയറുന്നു. അവിടെ സ്ഥിരമായി നിൽക്കുന്ന ആ ഇമാം അവിടെ ഇല്ല. ആ ഇമാമിന്റെ അഭാവത്തിൽ തൽക്കാലം ചുമതലപ്പെടുത്തപ്പെട്ട ചെറുപ്പക്കാരനുണ്ട്. ആ കുട്ടിക്ക് ഉസ്താദിന് അറിയില്ല. ഒരു വലിയ പണ്ഡിതനാണെന്ന് അറിയാം, അല്ലെങ്കിൽ മുസാഫറാണെന്ന് അറിയാമെന്നല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനെ ഉസ്താദ് പള്ളിയിൽ വന്നു. ഈ കുട്ടി പള്ളി അടക്കാൻ കാത്തിരിക്കാം. ഉസ്താദ് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ കിടക്കാൻ ശ്രമിച്ചപ്പോ കുട്ടി പറഞ്ഞു അത്രേ, പള്ളിയിൽ ആരെയും കിടക്കാൻ സമ്മതിക്കാറില്ല. അപ്പൊ ഉസ്താദ് ഒരു പായ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ പുറത്ത് കിടന്നോളാം. ആ കുട്ടിയത് കണ്ടിട്ട് പറഞ്ഞു, പായ എടുക്കണ്ടെന്നാ കമ്മിറ്റിക്കാര് പറഞ്ഞിട്ടുള്ളത്, പായ എടുക്കാൻ പറ്റൂല. ഉസ്താദ് പായ വെച്ചു. കുട്ടിയോട് പറഞ്ഞു, മോ പള്ളി അടച്ച് പോയിക്കോ. ആ കുട്ടി പള്ളി അടച്ച് പോകുന്നു. രംഗമൊന്ന് മനസ്സിൽ കാണും നിങ്ങൾ. ആ പള്ളി അടച്ച് ഈ കുട്ടി പുറത്തു പോകുന്നു. കുട്ടി ജോലി കഴിഞ്ഞു. നാളെയും കൂടി ആ കുട്ടിക്ക് സുബഹി വരെയുള്ള ജോലി. മറ്റേ ആള് വരും, അയാൾക്ക് ഉസ്താദിനെ അറിയുകയും ചെയ്യാം. മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ ആ ഹൗദിന്റെ കരയിൽ തന്റെ തലയിൽ ഓയിൽ മുണ്ടഴിച്ചിട്ട് നേർത്ത ഓയിൽ മുണ്ട് നനഞ്ഞ തറയിൽ വിരിച്ച് തന്റെ ബാഗിൽ നിന്ന് സ്വലാത്തിന്റെ 7 എടുത്ത് പുറത്തു വെച്ച് ആ ബാഗ് തലക്ക് വെച്ച് ഉസ്താദ് കിടക്കുകയാണ്. ആ പള്ളിയിലേക്ക് സുബഹിയുടെ സമയത്ത് ഈ കുട്ടി കടന്നു വരുമ്പോ, ബാങ്ക് കൊടുക്കാൻ വരുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ആ നനഞ്ഞ പ്രതലത്തിൽ ആ മുണ്ടിലിരിക്കുന്നു, തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നു. ഉസ്താദ് പള്ളി തുറന്നപ്പോൾ പള്ളിക്കകത്ത് കയറി സുന്നത്ത് നിസ്കരിച്ചു. വരുന്നവരൊക്കെ ഉസ്താദിന് കൈ കൊടുക്കുന്നു. ചിലർ ഉസ്താദിന്റെ കൈ ചുംബിക്കുന്നു, ചിലർ ഉസ്താദിനെ അണച്ചുകൂട്ടി പിടിച്ച് മുത്തുന്നു. ഇത് കണ്ടപ്പോ കുട്ടിക്ക് മനസ്സിലായി സാധാരണക്കാരനല്ല. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇതാരാണ്? അവർ പറഞ്ഞു കൊടുത്തു, ഇന്ന ആളാണ്. കുട്ടി ആകെ വിഷമിച്ചു പോയി. അവൻ നമ്മുടെ പ്രസ്ഥാനക്കാരൻ തന്നെയാ, പക്ഷെ അവന് ഉസ്താദിന് മനസ്സിലായില്ല. അവന് സാധാരണ മുത്തഅല്ലിമല്ലേ, കണ്ടു പരിചയമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ രാത്രി ഐദ്രോസ് മുസ്ലിയാരെ പോലത്തെ വലിയൊരു മനുഷ്യൻ അവിടെ വരുന്നയാൾ ചിന്തിച്ചിട്ടില്ല. കുട്ടി പോയി ഉസ്താദിനോട് മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞപ്പോൾ ഉസ്താദ് കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഒരു പിതാവിനെ പോലെ പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് അവൻ പറയുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരെങ്കിലും പള്ളിയിൽ വന്നാൽ കിടക്കാൻ സമ്മതിക്കരുത്. ആരെങ്കിലും പായ ചോദിച്ചാൽ പുറത്തേക്ക് എടുക്കാനും സമ്മതിക്കരുത്. നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ.
ആ CH ഐദ്രോസ് മുസ്ലിയാർ, ഞാൻ ഐദ്രോസ് മുസ്ലിയാരാണ്, സമത്തന്റെ ഇന്ന ആളാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അറിയുമായിരുന്നു. ആ കുട്ടി നാട്ടുകാരോട് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും നല്ല വീട്ടിൽ AC റൂമിൽ അവർ കൊണ്ടുപോയി കിടത്തുമായിരുന്നു. അത്രയും അവർക്ക് പ്രിയപ്പെട്ടവൻ ഐദ്രോസ് മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ആരാണ്. എന്തുകൊണ്ട്? അദ്ദേഹം വളരെ ശാന്തനായി തനിക്ക് അല്ലാഹു വിധിച്ചത് മതി എന്ന് കരുതി പള്ളിയുടെ പുറത്ത് നനഞ്ഞ പ്രതലത്തിൽ തന്റെ മുണ്ട് വിരിച്ച് തന്റെ ബാഗ് മാത്രം തലക്ക് വെച്ച് കൊതുക് കടിയും തണുപ്പുമേറ്റ് കിടന്നുറങ്ങിയ ദിവസമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കണം, അവര് വളർത്തിയത് ആ സമത്ത. ലക്ഷങ്ങളുടെ കാറിൽ സഞ്ചരിച്ചവർ വളർത്തിയതല്ല, വിമാനത്തിൽ പറക്കുന്നവർ വളർത്തിയതല്ല, നാട് നില സഞ്ചരിക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തവർ വളർത്തിയതല്ല. ഈ നേതാക്കളെ വളർത്തിയത്. അതുകൊണ്ടാണ് ഐദ്രോസ് മുസ്ലിയാരുടെ സ്മരണികയിൽ അദ്ദേഹത്തിന്റെ മറത്തിയത്ത് കവിത എഴുതിയപ്പോ ഈ സംഭവമാണ് പറഞ്ഞത്. അദ്ദേഹം ദുന്യാവിൽ നിന്ന് തൃപ്തിപ്പെട്ടു. ബിഖദരിൽ കിഫായത്തി, ഒരു കിഫായത്തിന്റെ ഖദർ കൊണ്ട്. ഒരു അന്തസ്സോ ഒരു അനുഗ്രഹമോ താല്പര്യമില്ലാത്ത മനുഷ്യൻ, ഭൂമുഖത്ത് സഞ്ചരിക്കുമ്പോ ജാടകൾ വേണ്ടെന്ന് തീരുമാനിച്ച മനുഷ്യൻ. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മസീലി വൈറു ഖായിഫിൽ ഉമ്മത്തി. ആ വാചകം നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ച് പറയുന്ന വാചകം നോക്ക് നിങ്ങൾ. ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി. ഈ ദീൻ പ്രചരിപ്പിക്കുന്ന നല്ല തസവ്വുഫുള്ള ഒരു പണ്ഡിതനായിരുന്നു. ഐനു തസവ്വുഫ് ആയിരുന്നു അദ്ദേഹം. അദീമുൽ മസീലി വൈറു ഖായിഫിൽ ഉമ്മത്തി. അദീമുൽ മസീലാണ്, തുല്യതയില്ലാത്ത മനുഷ്യനാണ്. ആക്ഷേപങ്ങൾ ഭയപ്പെടാതെ ശാന്തനായി ജീവിക്കുന്ന മനുഷ്യനാണ്. അതാണ് ശരിക്കും സൂഫി, അതാണ് സൂഫിസം. ആ സൂഫിസം നമ്മളെ പഠിപ്പിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ. അവരാണ് സമത്തെ വളർത്തിയതും അവരാണ് സമത്തെ സമൂഹത്തിലെത്തിച്ചതും. ആ പണ്ഡിത മഹത്തുക്കളായ നേതാക്കൾ വളർത്തിയ പ്രസ്ഥാനത്തെ കേവല രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ജനങ്ങൾക്ക് അവമതിപ്പുള്ള, ജനങ്ങൾ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് ആര് ഈ സമത്വയുടെ പേര് തെരുവിലേക്ക് വലിച്ചിഴക്കുന്നവോ അവർ സമുദായത്തോട് കനത്ത മറുപടി പറയേണ്ടി വരും. അവർക്ക് കാലം കനത്ത തിരിച്ചടി കൊടുക്കും. കണ്ണിയത്ത് ആഗ്രഹിക്കാത്ത, ശംസുലമ ആഗ്രഹിക്കാത്ത, മുല്ലക്കോയത്തങ്ങൾ ആഗ്രഹിക്കാത്ത ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ഏതെങ്കിലും അരമനയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടെല്ലാവരും വോട്ട് ചെയ്യണമെന്ന ദാർഢ്യത്തോടുകൂടി ഈ അരമന പ്രഖ്യാപനം നടത്തുന്ന അപ്പോസ്തലന്മാരുടെ ഭാഷയിലേക്ക് ഈ സമത്വയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സമത്വം ഏതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ജനങ്ങൾക്ക് ബോധനം നൽകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടി ബാപ്പുസാദ് കൊണ്ട് ചെറിയൊരു പ്രാർത്ഥനയും കൂടി നടത്തിയിട്ട് നമുക്ക് പിരിയാം. കാലാവസ്ഥ ഇനിയും മാറുന്നുവെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മറ്റു വിഷയത്തിലേക്ക് കടക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും പറയുന്നു, ഈ കാപ്പഡ്യത്തിന്റെ മുഖത്തെ വലിച്ചു ചീന്തിക്കൊണ്ട് മണ്ണാർക്കാട്ട് ഇലക്ഷന്റെ പിറകെ പ്രസംഗിക്കാൻ പടച്ചറപ്പ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഓതാം. അൽ ഫാത്തിഹ. കേരളത്തിൽ മൊത്തം ഈ പാണക്കാട് കുടുംബവും കോഴിക്കോട്ടെ കാദിയും മാസമർപ്പിച്ചോന്നാ ശ്രദ്ധിക്കാറുള്ളത്. ആ ഒരു പാരമ്പര്യം ഒരു കെട്ടുറപ്പിന്റെ പാരമ്പര്യമാണ്. ആ കെട്ടുറപ്പിന്റെ പാരമ്പര്യം ഭദ്രമായി നിലനിൽക്കുന്ന കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളുടെ ഈ കെട്ടുറപ്പ് തകർക്കത്തക്ക വിധം ഇവരാദ്യം ചെയ്ത പ്രവർത്തനം ഓരോ ജില്ലയിലേക്ക് ഓരോ കാദിമാരെ വിന്യസിച്ചു. ഗവൺമെന്റ് കലക്ടർമാരെ പോസ്റ്റ് ചെയ്യും പോലെ ജില്ലയിൽ ഓരോ കാദിമാരെ കോഴിക്കോട്ട് നിന്ന് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു കാദിയെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് അവര് യോഗം കൂടി അല്ലെങ്കിൽ അവര് തീരുമാനിച്ച് പ്രഖ്യാപിക്കേണ്ട കാദിയെ തെരഞ്ഞെടുക്കേണ്ടത് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നുകിൽ ഇമാമാണ്, ഇമാമില്ലെങ്കിൽ നായിബാണ്, നായിബില്ലെങ്കിൽ ദുശൗക്കത്താണ്. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ആരാ? ഇവരൊന്നുമില്ലെങ്കിൽ പിന്നെ കാദിയെ തെരഞ്ഞെടുക്കേണ്ടത് ആ പ്രദേശത്തെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ്. ആ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്ന പ്രദേശത്തെ കാരണവന്മാർ, കമ്മിറ്റിക്കാർ, ഉത്തരവാദപ്പെട്ടവർ, അവര് കാദിയെ ബയ്യത്ത് ചെയ്യുന്നതിന് പകരം കാദി എന്നെ ബയ്യത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാനാണ് കാദി എന്നൊരു പ്രഖ്യാപനം. അങ്ങനെ
അങ്ങനത്തെ ഒരു സമയം മുകളിൽ നിന്ന് കാതി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഏർപ്പാട് നമ്മൾ തീരുമാനിച്ച് കാതിയെ ചെന്ന് കണ്ടിങ്ങോട്ട് വരുത്താറല്ല. അങ്ങനത്തെ ഒരു സമീപനമാണ് അവർ ചെയ്തത്. ആ സമീപനം കേരളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ആ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ കാദിമാരെ പ്രഖ്യാപിച്ച ഉടനെ കണ്ടു. അന്ന് വരെ കേരളത്തിലെ പ്രബല വിഭാഗമായ അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, മറ്റു ചില അവാന്തര വിഭാഗങ്ങൾ പലപ്പോഴും പെരുന്നാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാറുണ്ട്. അവര് പല രീതിയിലും അത് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഏശാറില്ല, സമൂഹത്തിന് അത് ഏശാറില്ല. അതിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ചില മതസംഘടനകൾ വാശിക്ക് വേണ്ടി ചില സമയത്തൊക്കെ ചില സ്ഥലത്ത് പെരുന്നാൾ ഉണ്ടാക്കും. വേറെ ചില ആളുകൾ ഭൂരിപക്ഷത്തിന്റെ കൂടെ കൂടും. അതങ്ങനെയാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു മാസം ഉറപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ നടത്തിയതാരാ? മാസം ഉറപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ നോമ്പും പെരുന്നാളും രണ്ടാക്കിയതാരാ? ഇരുന്ന് ചിന്തിക്ക്. ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നമായിരുന്നില്ലേ അത്? അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പാണക്കാട് തങ്ങൾ ഇക്കാലം അത്രയും മാസം ഉറപ്പിച്ചിട്ട്, കോഴിക്കോട് കാലം ഇക്കാലം അത്രയും മാസം ഉറപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു അപാകത വന്നോ? സെയ്ദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾക്ക് ശേഷം കോഴിക്കോട് വന്ന കാദിമാരും ആ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഇതിൽ പാണിച്ച വന്നിട്ടുള്ളത്? അവര് ബേപ്പൂരിൽ മാസം കണ്ടു എന്ന് പറഞ്ഞ് കാണാത്ത മാസം കണ്ടുവെന്ന് കള്ളസാക്ഷി പറഞ്ഞ് മാസം ഉറപ്പിച്ചില്ലേ ഇവിടെ? അങ്ങനെ ഒന്ന് കാദിക്ക് ബോധ്യപ്പെട്ടാൽ കോഴിക്കോട്ടെ കാദി ഉറപ്പിക്കുമല്ലോ. പാണക്കാട് തങ്ങൾക്ക് ബോധ്യപ്പെട്ട പാണക്കാട് തങ്ങൾ ഉറപ്പിക്കുമല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ പെരുന്നാൾക്ക് അരീക്കോട് ഭാഗത്തെ മാസം കണ്ടു എന്ന് ഏതാണ്ട് ഉറപ്പുള്ള ആളുകൾ നേരിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. നേരിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ചെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ പാണക്കാട്ട് പോയിക്കോ, എന്തെങ്കിലും ശരിയാവുന്ന. എന്താ ഈ ബോധം വന്നില്ലാഞ്ഞത്? ആ ബോധം ഉണ്ടാകാൻ ഒരു മാസം ഉറപ്പിച്ചപ്പോ ജനം സ്വീകരിക്കാത്തത് കാണേണ്ടി വന്നു. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ അനുയായികൾക്കറിയാം, ഇനി അവരെ കേന്ദ്രത്തിൽ നിന്ന് മാസം ഉറപ്പിച്ചാൽ അവര് മാത്രമേ ഉറപ്പിച്ചിട്ടുള്ളൂവെങ്കിൽ മുസ്ലിം സമുദായം അത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന കാര്യം കൃത്യമായി അവർ പഠിച്ചിട്ടുണ്ട്. അവിടെ പാണക്കാട്ടേക്ക് വിട്ടോ എന്ന് പറഞ്ഞു. അന്നും പാണക്കാടുമായോ കോഴിക്കോട് കാദിയുമായോ ഒന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? അപ്പൊ നിങ്ങൾ തന്നെ തെറ്റ് ചെയ്തു, നിങ്ങൾ തന്നെ തിരുത്തി. അപ്പൊ ഈ ഉമ്മത്തിന്റെ നോമ്പും പെരുന്നാളും രണ്ടാക്കിയ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഈ വിഭാഗീയ ചിന്ത വളർത്തിക്കൊണ്ട് കൊണ്ടുവന്ന ആൾ ആദർശത്തിന്റെ പേരിൽ ആ സമൂഹത്തിന് മുമ്പിൽ വന്നത്. ആദർശം എന്ന് പറഞ്ഞിട്ടാണ് മുന്നിൽ വന്നത്. ആ ആദർശം കുവൈത്തിൽ പോയി വിറ്റ് കാശാക്കി പണമാക്കി തിരിച്ചു പോകുന്നില്ലേ? കുവൈത്ത് കരാർ എന്ന് പറയുന്ന ഒന്നൊരു സഭയുടെ മുമ്പിൽ വെച്ച് വ്യാഖ്യാനിച്ചു നോക്ക്. കുവൈത്ത് കരാർ വ്യാഖ്യാനിച്ചത് സുന്നത്ത് ജമാഅത്തിന് അനുകൂലമാണെന്ന് ആർക്ക് തെളിയിക്കാൻ പറ്റും? ആ കുവൈത്ത് കരാറോട് കൂടി സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആശയത്തെ വിറ്റു അവര്. എല്ലാവരുമായി വേദി പങ്കിടാമെന്നാണ് ആ കരാറിലെ ഒരു മുഖ്യാംശം. ഇവരാകെ ഉന്നയിച്ച പ്രശ്നം എന്താ? ശരീഅത്ത് പ്രശ്നത്തിൽ ശംസുലമ വേദി പങ്കിട്ടു എന്നുള്ളതാ. ശംസുലമയുടെ ഗുരുത്തക്കേട് പോലെ ഇയാള് നേരെ ചെന്നിട്ട് കുവൈത്തിൽ ആ കരാറിന്റെ ഒരു ഭാഗം തന്നെ ഒന്നിച്ച് വേദി പങ്കിടാം പൊതുവിഷയത്തിൽ എന്നതാ. ആ കരാറിലാണ് ഒപ്പിട്ട് കൊടുത്തു. ആ കരാർ ഒപ്പിട്ട് കൊടുത്തപ്പോ പിന്നെ ഇവിടെ വന്നിട്ട് ചിലര് പറഞ്ഞെന്താ, അത് വാദിച്ച് ജയിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഒപ്പിട്ടത്? വാദിച്ച് ജയിച്ചാ പിന്നെ ഒപ്പിടണം. കരാറിൽ പറഞ്ഞ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് പൊതുപ്രശ്നത്തിൽ ഒന്നിക്കാം, ഒരേ വേദിയിൽ ഒന്നിക്കാന്ന. അതേ സമയത്ത് വേദിയിൽ ഒന്നിച്ചതാണ് ശംസുലമയെ കുറ്റപ്പെടുത്തിയത്. ഈ രീതിയിൽ പിന്നീട് ഒരുപാട് പൊതുവിഷയത്തിൽ അവർ യോജിക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് പൊതുവേദിയിൽ ഒന്നിച്ചു നിൽക്കുന്ന പ്രവർത്തനവും നമ്മൾ കണ്ടു. എന്തേ ഈ ഒരു സമീപനം നമ്മുടെ കേരളത്തിലുണ്ടായി? അതല്ലേ ഈ ഉമ്മത്ത് അത്ഭുതത്തോടെ നോക്കി കാണുന്നത്? ഇന്നൊരു സംഘടനയ്ക്ക് ചേർന്ന പ്രവർത്തനമല്ലല്ലോ. പ്രത്യേകിച്ച് കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മതയുള്ള സംഘടനക്ക് ഒരിക്കലും ചേർന്നതല്ലല്ലോ. ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത ഉദാഹരണം നിങ്ങൾ മുമ്പിൽ വെച്ചല്ലോ. എന്നതുപോലെ അതിനുശേഷം അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നോക്ക്. ഒരു മഹലിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വളപുരം തൊലാക്ക്. ചെറുശ്ശേരി ഉസ്താദിന്റെ സ്വഭാവം എന്താ? ചോദ്യം എഴുതി വാങ്ങും, അതിന് മറുപടി കൊടുക്കും. നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് എന്തെങ്കിലും ഫത്വക്ക് ചോദിച്ച അനുഭവം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരും. എഴുതി തരുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് എഴുതി തന്നാൽ അതിന്റെ പുറത്ത് മറുപടി തരാന്ന് പറയും. ഉസ്താദ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു നാടൻ പദമുണ്ട്. തൊള്ളോണ്ട് ചോദിച്ചാൽ തൊള്ളോണ്ട് പറയും, കടലാസ് ചോദിച്ചാൽ കടലാസിൽ മറുപടി തരും. അങ്ങനെ പറയാറുള്ളത്. അങ്ങനെ അദ്ദേഹത്തോട് എഴുതി ചോദിച്ചാൽ അദ്ദേഹം മറുപടി കൊടുക്കും. വളപുരം വിഷയത്തിൽ അദ്ദേഹം എഴുതി വാങ്ങി മറുപടിയും കൊടുത്തു. അത് കൃത്യമായിരുന്നു എന്ന് അവർക്കറിയാം. എന്നിട്ടും ഉസ്താദിനെയും സമസ്തയും വഷളാക്കാൻ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വമ്പിച്ച വിവാദം ഉണ്ടാക്കി. അത് മറ്റു സമൂഹത്തിനിടയിൽ പോലും നമുക്കൊരു മോശമായ പ്രതികരണം ഉണ്ടാക്കി. വളരെ മോശമായ പ്രതികരണം ഉണ്ടാക്കിയത്. കാരണം മോശമായ പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും യോജിപ്പോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ആളുകളാണ്. സത്യത്തിൽ അങ്ങനെ ഒരു വഷളാക്കുന്ന സമീപനം പൊതുവെ ഉണ്ടാക്കിയ എന്തിനാ? വളരെ അപകടമായി പോയില്ലേ? അതൊക്കെ പൊതുസമൂഹം ചർച്ച. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അത്തരം ഒരു ചർച്ച ചെയ്യുമ്പോൾ അത് അന്യ സമൂഹത്തിലെ ആളുകൾക്ക് കേൾക്കുമ്പോൾ അത് എന്തുമാത്രം ഒരു മോശമായ അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കും. അതിവിടെ ഉണ്ടായില്ലേ? നിങ്ങൾ ചിന്തിക്കും. എന്നതുപോലെ അവർ ചെയ്ത ഓരോരോ പ്രവർത്തനങ്ങളും നമ്മുടെ കുട്ടികൾ പണ്ട് മുതലേ മദ്രസയിൽ ഓതി പഠിക്കുന്ന പുസ്തകമാണ് സാധാരണ മുസഹഫ്. ആ മുസഹഫ് നമ്മൾ ഓതുന്നു, അത് പഠിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു.
റസ്മുൽ ഉസ്മാനി വേണം, ഇല്ലെങ്കിൽ ഈ മുസഹഫ് അപകടമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഗൾഫിൽ പോയാൽ ജോലി പോലും കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ തെറ്റിദ്ധരിപ്പിച്ചു. ഗ്രാമത്തിൽ വന്നിട്ട്, ഞങ്ങളൊക്കെ അന്ന് ഒരുപാട് മറുപടി പറയാൻ പോയതാ. ആളുകളോട്, പാവങ്ങളോട് പറഞ്ഞു, സ്ത്രീകളൊക്കെ വിളിച്ചിട്ട് പഠന ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഈ മുസഹഫ് കുട്ടികൾ ഓതി പഠിച്ചാൽ ഗൾഫിക്ക് പോലും പോകാൻ പറ്റൂല, ഗൾഫിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഈ സാധുക്കൾ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം എന്താ, എന്റെ കുട്ടി വിദേശത്ത് പോയി ജോലിക്ക് പോവുകയാണെങ്കിൽ ഇത് പഠിച്ചാൽ ബുദ്ധിമുട്ടാവുമല്ലോ, അപ്പൊ ഇനി എന്താ ചെയ്യാ? റസ്മുൽ ഉസ്മാനുള്ള മുസഹഫ് അതെവിടെയുള്ളത്? അവരെ മദ്രസയിലുണ്ട്. വിസ സൗദിയിൽ നിന്ന് കൊടുക്കുമ്പോൾ ഈ റസ്മുൽ ഉസ്മാനിയെ പഠിച്ചെന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലേ, ഫോമിൽ? അങ്ങനെ ഉണ്ടല്ലേ? ആ രീതിയിലാണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്, കള്ളപ്രചരണം നടത്തിയിട്ട്. പക്ഷെ നമ്മളത് ശരിക്ക് കൗണ്ടർ ചെയ്തു. മാത്രമല്ല, പരിശുദ്ധ ഖുർആന്റെ റസ്മിൽ പോലും തർക്കിച്ചുകൊണ്ട് അവർ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഇന്നത്തെ മുസഹഫൊക്കെ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് അതിനുള്ള വിശ്വാസവും മതിപ്പും ഇല്ലേ നഷ്ടപ്പെടുത്തുന്നത്? ആ ഒരു അവസ്ഥാവിശേഷം ചെയ്യാൻ പാടുണ്ടോ? ജനങ്ങളെ ഈമാൻ ചൂഷണം ചെയ്യുന്ന പണിയല്ലേ ചെയ്തത്? അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ എണ്ണി പറഞ്ഞാൽ പുലരും വരെ പറയാൻ മാത്രം അവർ ചെയ്ത പ്രവർത്തനത്തിലെ അപാകതകൾ. അത് ആക്ഷേപമല്ല, അത് ആരോപണമല്ല, പരിഹാസമല്ല, വസ്തുതകളാണോ എന്ന് പരിശോധിച്ച ശേഷം അംഗീകരിച്ച പോരെ. അവസാനം അവർ ചെയ്ത പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം കൊണ്ടുവന്നത്. അതിനിടയ്ക്ക് ഒരു ചട്ടി കൊണ്ടുവന്നു, ഇടയ്ക്കൊരു പൊടിയും വന്നു. ഇതൊക്കെ ചെയ്തത് ജനങ്ങളെ ചൂഷണം ചെയ്യാന്നുള്ള ധാരണയിലല്ലേ? ആ ധാരണകളല്ലേ നമ്മൾ കണ്ടതൊക്കെ? ഇതുപോലെ നിരവധി അനുഭവങ്ങൾ സാമ്പത്തികമായി സമൂഹത്തെ ചൂഷണം ചെയ്യാൻ അവർ ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക ചൂഷണം എന്ന ഒരു പ്രവർത്തനമല്ലാതെ പാവപ്പെട്ട ഈ സമൂഹത്തിന് ഗുണകരമായ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? തെരഞ്ഞെടുപ്പിൽ ഇതുവരെ സ്വീകരിച്ച രീതി, തുടക്കത്തിൽ 89-ൽ ഇന്ന ആൾക്കാർ തോൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ അന്നാണ് ഇയാൾ എതിർത്ത പാർട്ടിക്ക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായത്. പിന്നെ ഓരോ വർഷവും ഇലക്ഷൻ വരുമ്പോ അദ്ദേഹം ആരെ ജയിപ്പിക്കണമെന്ന് പറയില്ല, സഹായിച്ചവരെ സഹായിക്കും, അല്ലെങ്കിൽ പിന്നീട് തീരുമാനിക്കും, അല്ലെങ്കിൽ സന്ദർഭത്തിനൊത്ത് തീരുമാനമെടുക്കും എന്നൊക്കെ പത്രക്കാരെ ചോദിക്കുമ്പോൾ പറയും, ജയിച്ചാലോ ഞാനാണ് ജയിപ്പിച്ചത് എന്ന അവകാശവാദം ഉന്നയിച്ചു വരും. ഒന്നുകിൽ ജയിച്ച ആൾക്ക് കൈ കൊടുക്കാനുണ്ടാവും, അതല്ലെങ്കിൽ അഭിമുഖത്തിൽ പറയും ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ വിജയിക്കുമായിരുന്നില്ല. ഈ തരത്തിൽ ഒരു അവകാശവാദം, എട്ടുകാലി മമ്മൂഞ്ഞി എന്നാണ് സാധാരണ ബഷീറിന്റെ കഥാപാത്രത്തെ നമ്മൾ പറയാറുള്ളത്. ഞാൻ അങ്ങനെ പരിഹസിക്കുന്നില്ല, പക്ഷേ അത് ബഷീറിന്റെ ഒരു കഥാപാത്രമാണ്. ആ നയം മാറ്റി ഈ കൊല്ലമാണ് അദ്ദേഹം വായ തുറന്ന് ഇന്ന ആളെ തോൽപ്പിക്കണം എന്നൊരു വാക്ക് പറഞ്ഞത്. ആ വാക്ക് സമൂഹം ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊള്ളുന്നതിന്റെ മാറ്റം നമ്മൾ അവിടെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, ഇത് സമത്വ കേരള ജമിയത്തുലമയുടെ രീതിയല്ല. സമത്വ കേരള ജമിയത്തുലമ വന്നുകൊണ്ട് നിങ്ങൾ അവിടെ ഇന്നയാളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് സമത്വ ആഹ്വാനം ചെയ്തില്ല. എന്താ ചെയ്യാത്തത്? സമത്വ കേരള ജമിയത്തുലമ അങ്ങനെ ചെയ്താൽ സമത്വയും അയാളെ പോലെ ആവൂലേ? നമ്മുടെ സംഘടനാപരമായി ആ രംഗത്ത് അവിടെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ. പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സമത്വക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. പക്ഷെ വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാവാം, പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം, അവർ അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ടാകാം. അതൊരിക്കലും സമത്വ കേരള ജമിയത്തുലമയുടെ സൽപ്പേരിനെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. സമാദരണീയരും ബഹുമാന്യരുമായ ബാപ്പു സ്ലിയാർ, സുലൈമാൻ ഫൈസി, ബഹുമാനപ്പെട്ട റഹീം ഫൈസി, സമീർ ഫൈസി തുടങ്ങി നമ്മുടെ ഈ വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രഗത്ഭരായ പാലക്കാട് ജില്ലയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ ഈ സദസ്സിനെ ഇത്ര ധന്യമാക്കിയ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് വന്ന ആളുകളുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ പ്രതികൂലം എന്ന് പറഞ്ഞുകൂടാ, കാരണം ഈ സമയത്ത് ജനങ്ങൾ മഴ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു നമുക്ക് ധാരാളം മഴ വർഷിപ്പിച്ച് തരുമാറാവട്ടെ. അതോടൊപ്പം തന്നെ
ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ പശ്ചാത്തലവും പ്രവർത്തനവും ഒക്കെ മനസ്സിലാക്കി ഒട്ടേറെ പ്രവർത്തകർ എന്നെ വിളിച്ച് ചോദിച്ചു എന്താണ് ഇന്ന് അവിടെ പരിപാടി എന്നൊക്കെ. ആ രീതിയിലൊരു പ്രചരണം നടന്നതുകൊണ്ട് പല ഭാഗത്തും ചില പ്രവർത്തകർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലാവസ്ഥയുടെ ഈ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ കനത്ത മഴയിൽ ഇരിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഈ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നിങ്ങളോട് പറയാനുമുള്ളത്, നമുക്ക് പ്രസംഗിക്കാൻ, മനസ്സ് തുറന്ന് പ്രസംഗിക്കാൻ തീർച്ചയായും മണ്ണാർക്കാട് അള്ളാഹു ഒരു അവസരം ഇലക്ഷന് ശേഷം ഉണ്ടാക്കി തരുമാറാവട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം. കണക്ക് തീർത്ത് പറയേണ്ടവരോട് ചില കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പറയാനുണ്ട്. അത് പറയാനൊരു സന്ദർഭം ഉണ്ടാക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. കാരണം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ, ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പണ്ഡിത പാരമ്പര്യമുണ്ട്. മഹാന്മാർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കെട്ടിപ്പടുത്തതും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും നമുക്കതിന്റെ പ്രവർത്തനങ്ങൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പഠിപ്പിച്ചു തന്നതും ഈ സമൂഹത്തിന്റെ വിശ്വാസവും അതുപോലെ തന്നെ കർമ്മവും നേരായ പാതയിൽ നിർത്തി അവർക്ക് മതബോധം നൽകുക എന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരായ പാത നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ബിദഈ പ്രസ്ഥാനത്തെ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ അപക്വതയും ജനങ്ങളെ ശരിക്ക് തെര്യപ്പെടുത്തി വളരെ സമാധാനപരമായ മാർഗത്തിലൂടെ നേരിന്റെ പാതയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ കേരളക്കരയിൽ 90 വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ 100ാം വാർഷികം വളരെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോഴേക്കും നമുക്കറിയാം, സമത്വയുടെ പന്താവിൽ നിന്ന് വ്യതിചലിച്ച്, സമത്വയുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇലക്ഷനിൽ പോലും ആഹ്വാനം മുടക്കി ജനസമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് സമത്വയുടെ 100ാം വാർഷികമാകുമ്പോഴേക്കും ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല. 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് അല്ലാഹു ദീർഘായുസ്സ് തരുമാറാവട്ടെ. നമ്മളെ സമത്വമായിട്ടുണ്ടാവുള്ളൂ. കാരണം ഒന്നുകിൽ മറ്റുള്ളത് പിരിച്ചുവിടപ്പെടുകയോ അതല്ലെങ്കിൽ അത് സമത്വയിൽ ലയിച്ചു പോവുകയോ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ചെറിയ മാലിന്യങ്ങളൊക്കെ വലിയ പുഴയിൽ ലയിച്ചാൽ അതിന്റെ ഒരു ദുസ്ഥിതി പിന്നെ കാണാറില്ല. അങ്ങനെ ഒരു ദുസ്ഥിതി കാണാതെയും ഇരിക്കുമാറാവട്ടെ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ചരിത്രം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നേ വരെ സമത്വമുണ്ട്, നിങ്ങൾ ഇന്നയാളെ തോൽപ്പിക്കണം അല്ലെങ്കിൽ ഇന്നയാളെ ജയിപ്പിക്കണം എന്ന പരസ്യമായൊരു ആഹ്വാനം ഒരിക്കലും എവിടെയും സമത്വം നടത്തിയ ഒരു പാരമ്പര്യമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തന പന്ഥാവിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സമീപനം വന്നപ്പോ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തെറ്റിദ്ധാരണ തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ തീർക്കുന്ന പ്രവർത്തനങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, നിങ്ങൾക്കറിയാം, MDP എന്നൊരു പാർട്ടി ഇവിടെ വന്ന പ്രത്യേക സന്ദർഭത്തിൽ ആ പാർട്ടിയെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുകയും അത് സമത്വയുടെ പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ മഞ്ചേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മത്സരിക്കാൻ MDPയുടെ സ്ഥാനാർത്ഥി വരികയും അത് സുന്നികളുടെ സ്ഥാനാർത്ഥിയാണ്, സമത്വയുടെ സ്ഥാനാർത്ഥിയാണ്, ബാക്കിയുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. വലിയ വലിയ മഹാത്മാക്കളായ സമത്വയുടെ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ പ്രത്യേകമായി മഞ്ചേരി സഭാഹാളിന്റെ ഗ്രൗണ്ടിൽ ഒരു പ്രത്യേക യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിന് പേരിട്ട് തന്നെ പണ്ഡിത സമ്മേളനം എന്നാണ്. ആ 84 പണ്ഡിത സമ്മേളനം വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, MD സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രാഷ്ട്രീയം ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായി രാഷ്ട്രീയം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ആ ഒരു സമീപനമാണ് സമത്വ കാലങ്ങളായി കൊണ്ടു നടന്നിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തെ നേതൃത്വം നൽകി നന്മയിലേക്ക് നയിക്കുന്ന ബാഫയ്ക്ക് കുടുംബവും പാണക്കാട് കുടുംബവും ഒക്കെ സജീവമായി മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും അതുപോലെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിലും പ്രവർത്തിച്ചു. അവർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതുപോലെ തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. രണ്ടും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് സുസാധ്യമായി എന്നത് കേരളത്തിന്റെ ചരിത്രം പഠിച്ച ഏതൊരാൾക്കും അറിയാം. അന്നൊരാളും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ രാഷ്ട്രീയം ആരോപിച്ചില്ല, സമത്വ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞില്ല. അത്തരത്തിലൊരു പ്രചരണം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായിരുന്നില്ല. ഇലക്ഷനിൽ ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ സമത്വ മുന്നോട്ട് വരാറുമില്ല.
ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ കേരളക്കരയിൽ ഇപ്പോൾ വാർഷികം ആഘോഷിച്ച സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികം ആഘോഷിച്ച സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ബന്ധാവിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത ഒരു രാഷ്ട്രീയ അല്ല ഞാൻ കൊടുത്തത് അല്ലെ മട്ടല്ലേ, അങ്ങനെയല്ലേ സാറിനെല്ലാം ചെയ്യാനുള്ള ബിസ്മില്ലാഹിർറഹ്മാനിർ റഹീം. നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു അവിഹിത മാർഗമല്ല, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ആ മാർഗം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ചെയ്തു കൊടുക്കണം. കാലാവസ്ഥയുടെ ഈ മാറ്റവും അതുപോലെ തന്നെ പ്രവർത്തകർ ഒരുക്കിയ സൗകര്യത്തിന്റെ കുറവും ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കി പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ മനോഹരമായിട്ട് പറയാനുള്ള അവസരം വരുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു അങ്ങനെ ഒരു അവസരം തരും എന്നാണ് എനിക്ക് തീർച്ചയായും എന്റെ മനസ്സ് പറയുന്നത്. പടച്ച റബ്ബ് നമ്മളെ സഹായിക്കുമാറാവട്ടെ. അതിന് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം, ഉസ്താദ് കേട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദുആ വന്നിട്ട് കാര്യമില്ല. ജനങ്ങളെ കബളിപ്പിക്കുന്ന ദുആ ചെയ്തിട്ടും ഫലമില്ല. ആ രീതിയിൽ ഉംറക്ക് കൊണ്ടുപോകുന്ന ആളുകളെ പോലും ബസ്സിലിരുത്തിക്കൊണ്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ദ്വാരപ്പിക്കുന്ന അവസ്ഥ, ആ രീതിയിൽ. അതുപോലെ സിയാറത്തിന് പോകുന്ന ആളുകളെ വിളിച്ചു വരുത്തി ദ്വാ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതല്ല. മറിച്ച് ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ സംഘശക്തി തകർക്കപ്പെടാൻ ഒരു കൂട്ടർ ശ്രമിക്കും. അത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലാണ് ഈ പ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണം നടത്തുന്ന ആളുകൾ എന്തിനാണ് ആ പ്രചരണം നടത്തുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ എന്നെക്കാൾ നന്നായി അറിയാം. സംഭവം നടന്നത് ഈ മണ്ഡലത്തിൽ, ഇലക്ഷൻ നടക്കുന്നത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ. ഈ മണ്ഡലത്തിൽ അതൊരു ചർച്ചയല്ല, വിഷയമല്ല. ഈ മണ്ഡലത്തിൽ അത് വിഷയീഭവിക്കുന്നില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബ വഴക്കിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായൊരു സംഭവം. അത്തരം സംഭവം എവിടെ ഉണ്ടാകുന്നതിനും ആരുണ്ടാക്കുന്നതിനും നമ്മൾ എതിരാണ്. അതിനാരാണെങ്കിലും ശരി, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന അർത്ഥത്തിലാണ് നമ്മളുള്ളത്. അവിടെ എന്താണ് നടന്നത് എന്ന് ആ പ്രദേശത്ത് പോയി അന്വേഷിച്ചാൽ അറിയും. അക്രമം ആര് നടത്തിയാലും, അത് നേരത്തെ നടത്തിയാലും പിന്നെ നടത്തിയാലും, അത് കുടിപ്പകയാണെങ്കിലും എന്താണെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് ഈ മണ്ഡലത്തിലുമായി ആ സംഭവം സമൂഹം അറിഞ്ഞതാ. സുന്നി അഫ്കാരിൽ കൃത്യമായി വന്നതാണ്. ഇത്ര കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും പല സ്ഥലത്തും അവർ മദ്രസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ അവർ ചെയ്ത എന്താ? ഇവിടെ വന്ന് പ്രസംഗിച്ചത് ആരാവട്ടെ, എനിക്ക് വ്യക്തിപരമായി ആരോടൊരു വിദ്വേഷവുമില്ല. അവരുടെ ആ തരം താഴ്ന്ന ശൈലിയിൽ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയുമില്ല. ഒരു മാന്യമായ ശൈലിയിൽ നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാണ്. മറ്റു ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എന്തും പറയാൻ നമുക്കത് കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമുക്ക് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്, അവർ ആ ചെയ്ത പ്രവർത്തനം അതിവിടെ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രസംഗം നടത്തിയത്. പ്രസംഗത്തിലൂടെ പറഞ്ഞത് കേട്ടു, പല ആളുകളും എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിലെ പ്രധാന ഭാഗം സമത്വയുടെ മദ്രസയിൽ, പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിലൊക്കെ ലിസാനുൽ ഖുർആനിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് വളരെ മോശമായ തരത്തിൽ കോഴിക്കോട്ട് ഇസ്ലാമിക് സെന്റർ ഉണ്ട്, കോഴിക്കോട്ട് സമത്വ ഓഫീസ് ഉണ്ട്, ഇസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയെ പരിചയപ്പെടുത്തുന്ന പാഠഭാഗമാണ്. ഞാൻ ഈ പ്രസംഗം ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും നടന്നതായി കേട്ടു. പല പ്രദേശത്തും ഇവർ പ്രസംഗിച്ചത് ഈ മദ്രസയിൽ കുട്ടികൾക്ക് ഇസ്ലാമിക് സെന്ററിനെ കുറിച്ചും ഇസ്ലാമിക് സാഹിത്യ അക്കാദമിയെ കുറിച്ചും SKSSF-നെ കുറിച്ചും സമത്വയുടെ ഓഫീസിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാ മുഅല്ലിങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നത്? ഇതാണ് ചോദ്യം. ഒരു സാധാരണക്കാരനായ മനുഷ്യന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഇത് ശരിയല്ല എന്ന് തോന്നിപ്പോകും. കാരണം എന്താ? ചില ആളുകളുടെ ഒക്കെ ധാരണ ഈ പഠിപ്പിക്കുന്നത് പുതിയൊരു സംഘടനയാണെന്നാ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക സംഘടനയാണ് സമത്വയുടെ കീഴ്ഘടകങ്ങള്. ആ കീഴ്ഘടകങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗമാണ്. വിദ്യാഭ്യാസ ബോർഡ് സമത്വയുടേതാ, നമ്മുടെ മഹല്ല് സമത്വയുടേതാ. ആ സമത്വയിൽ രജിസ്റ്റർ മദ്രസയാ. അപ്പൊ SKSF-ഉം SBB-യും ഒക്കെ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനല്ലേ SBB. ഇനി ഇരിക്കട്ടെ, ഇതൊരു പാഠ്യ പദ്ധതിയായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ധരിപ്പിക്കുന്ന എന്തിനാ? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫിഖ്, അഖ്ലാഖ്, അതുപോലെ തന്നെ ദീനിയാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ അറബി ഭാഷാ പഠന പുസ്തകമാണ് ലിസാനുൽ ഖുർആൻ. ഫിഖിൽ എവിടെയെങ്കിലും സമത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? താരീഖിൽ മഹാന്മാരായ നേതാക്കന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടാവും. സ്വാലിഹികളുടെ ചരിത്രമല്ലാതെ എന്ത് സംഘടനയാണ് താരീഖിൽ പഠിപ്പിച്ചത്? ലിസാനുൽ ഖുർആനിൽ പഠിപ്പിക്കുന്നത് എന്താ കാരണം? ഈ ലിസാനുൽ ഖുർആനിലെ വാചകങ്ങൾ വായിച്ച് ലിസാനുൽ ഖുർആനിൽ ഇതാ ഇന്നത് പഠിപ്പിക്കുന്നു, ലിസാനിൽ ഇന്നത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ലിസാനിലെ വാചകങ്ങൾ വായിച്ചുകൊണ്ട് കോഴിക്കോട്ട് ഇസയുണ്ട്, കോഴിക്കോട്ട് SKSF-ന്റെ ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെലവിന് കൊടുക്കണ്ട എന്ന് പറയുന്ന ആളുകളോട് മിതമായ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കിതാബ് ഓതി ദർസ് പഠിച്ചു വന്നാൽ
പഠിപ്പിക്കുമ്പോ ഭാഷ പഠിക്കാൻ ആവശ്യമായ ചേരുവകൾ ചേർക്കും. ഇപ്പൊ നമ്മളൊക്കെ കാര്യമായിട്ട് പള്ളിന്റെ മെഹ്റാബിലൊക്കെ മറിച്ചു വെച്ച് പോകുന്ന കിതാബാണ് അൽഫിയയും, അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള നെഹ്വിന്റെ കിതാബുകളും അതിന്റെ മേലുള്ള നെഹ്വിന്റെ കിതാബുകളും. ഇപ്പൊ അൽഫിയൊക്കെ ഓതാത്ത മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവൂല. അൽഫിയയിൽ എന്താ ആവശ്യം? അൽഫിയൽ ഫിഖ് അല്ല പഠിപ്പിക്കുന്നത്, അഖ്ലാഖ് അല്ല പഠിപ്പിക്കുന്നത്, തസൂഫ് അല്ല പഠിപ്പിക്കുന്ന ഭാഷയാ. അതുകൊണ്ട് തന്നെ അൽഫിയ പഠിപ്പിക്കുന്ന സമയത്ത്, അറബി ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടി ചില വാചകങ്ങൾ, ചില കവിതകളൊക്കെ ഉപയോഗിക്കും. ആ കവിതകളൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഉദാഹരണമായി ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ നേരെ അർത്ഥം വെച്ചപ്പോ കണ്ടോ, അറിയുന്ന ആൾക്കാർ ചിരിക്കാൻ തുടങ്ങിയപ്പോ തന്നെ. നോക്ക് നിങ്ങൾ, അതാണ് എന്റെ അവസ്ഥ. അന്ന ഉമ്മക്കുമോ ശരീമോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നേർക്ക് വെച്ചാൽ ചെലവ് കിട്ടുമോ? അങ്ങനെ ആലോചിച്ച് നോക്കി. അത് പറഞ്ഞു കൊടുത്താൽ ചെലവ് കിട്ടുമോ? നിങ്ങൾക്ക് എങ്ങനെ ചെലവ് കിട്ടും? അതിന്റെ അർത്ഥം എന്താ? അത് ഭാഷ പഠിപ്പിക്കാനാണ്. ഭാഷ പഠിപ്പിക്കാൻ ചില ബൈത്തുകൾ ആ രീതിയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗിച്ച പ്രയോഗം തെറ്റാൻ നിങ്ങൾ എവിടെയും പ്രസംഗിച്ചിട്ടില്ലല്ലോ. എന്താ കാരണം? അത് ഭാഷ പഠിപ്പിക്കാനാണ്. ഭാഷ പഠിപ്പിക്കാൻ പ്രഗത്ഭരുടെ കവിതകൾ ആ രീതിയിൽ പ്രയോഗിക്കപ്പെടും. ആ കവിതകൾ പറയും, ആ കവിതകൾ സമൂഹം പഠിക്കും. ഇത് സാധാരണ നടക്കുന്നല്ലേ? ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് അതേ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം വളരെ മനോഹരമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഭാഷാ പഠനത്തിന് ചിലപ്പോ കേരളത്തെ കുറിച്ച് പറയേണ്ടി വരും. ഏത് ഭാഷാ പഠന പുസ്തകത്തിലും ചിലപ്പോ കഥകൾ ഉണ്ടാകും. അവിടെ ഉദ്ദേശം ഭാഷ പഠിപ്പിക്കലാണ്. അതിന് നല്ലൊരു മാർഗം സ്വീകരിച്ചു എന്നല്ലേ ഉള്ളൂ. അതിലപ്പുറം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മുടെ പഴയകാല ഷായറും ബെയ്ത്തൊക്കെ ശരിക്കും നമ്മൾ ചെല്ലിയാൽ അതിലൊക്കെ അശ്ലീല ചുവ പരത്തുന്ന ഒരുപാട് വാചകങ്ങളും ആ രീതിയിൽ ലൈംഗികത ത്രസിക്കുന്ന ഒരുപാട് പദപ്രയോഗങ്ങളും കാണാൻ കഴിയും. എന്താ കാരണം? അങ്ങനെയാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് അതിൽ നിന്ന് മാറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ടോ? അതുകൊണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചും സംഘടനയെ കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പുസ്തകം കുട്ടികളുടെ സമയം കളഞ്ഞുകൊണ്ട് സ്ഥാപനം പഠിപ്പിക്കാനുള്ളതല്ല. കുട്ടികളുടെ സമയം കളഞ്ഞുകൊണ്ട് സംഘടന പഠിപ്പിക്കലല്ല. മറിച്ച് ഭാഷാ പഠനത്തിന് വേണ്ടി വെച്ചു കൊടുത്ത മാനദണ്ഡങ്ങളാ. ഫിഖ്, അഖ്ലാഖ്, മറ്റ് വിഷയങ്ങളൊക്കെ ഓരോന്ന് പരിശോധിച്ച് നോക്കൂ. അതിലൊക്കെ കൃത്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മസാലകളും കാര്യങ്ങളുമാണ് വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരാരോപിച്ചു സുപ്രഭാതം പത്രത്തെ കുറിച്ച്. ഇന്നേ വരെ സുപ്രഭാതം പത്രം ഈ സമൂഹത്തിനെതിരെയാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും വ്യാജമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തെങ്കിലും കൈന്നിൽപ്പെട്ടാൽ അത് തിരുത്താൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സുപ്രഭാത പത്രം ഈയിടെ പ്രസിദ്ധീകരിച്ച വാർത്തയായിരിക്കും അവരെ പ്രകോപിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മണ്ണാർക്കാട്ടെ അട്ടപ്പാടി ഭാഗത്തെ ഒരു സ്ഥാപനത്തിലെ പീഡന കേസിൽ ഒരു കൂട്ടുപ്രതിയുണ്ട്, ഒരു പെണ്ണ്. ആ കൂട്ടുപ്രതിയെ പത്രത്തിൽ നിങ്ങൾ വായിച്ചതാ. ആ സ്ത്രീയുടെ മാതാവ് മരണപ്പെട്ടപ്പോൾ നേതാവ് സന്ദർശിക്കാൻ വന്നു. എന്താ ഈ കൂട്ടുപ്രതിയുടെ മാതാവുമായി കൂട്ടുപ്രതിയായ പെണ്ണിന്റെ കുടുംബ ഇയാൾക്ക് എത്ര വലിയ ബന്ധം? അപ്പോൾ സന്ദർശിക്കാൻ വേണ്ട കാര്യം എന്താ? അപ്പൊ അവരുടെ പ്രവർത്തകരെ തന്നെ ഇത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി തിരിച്ചയച്ചു എന്ന വാർത്ത പത്രത്തിൽ വന്നു. ഈ തിരിച്ചയച്ചു എന്ന വാർത്ത സുപ്രഭാതത്തിൽ കൊടുക്കുമ്പോ ആ വാർത്ത മണ്ണാർക്കാട്ടെ ലേഖകൻ തയ്യാറാക്കി അവിടേക്ക് അയച്ചു. ആർക്കും അതിൽ പങ്കില്ല. മണ്ണാർക്കാട് ലേഖകനാ, ഇതൊരു വസ്തുതയാണ്. അതിനെതിരെ ഇവിടെ വന്നിട്ട് സുപ്രഭാതം പത്രത്തെ കുറിച്ച് വളരെ മോശമായ പരാമർശം നടത്തിയെന്നറിഞ്ഞു, കള്ളത്തരം പ്രചരിപ്പിക്കുന്നെന്നറിഞ്ഞു. അത് പ്രസംഗിച്ച ആളോടും അതിനെ ന്യായീകരിക്കുന്ന ആളുകളോടും രണ്ട് കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒന്ന്, ഈ കൂട്ടുപ്രതിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് ഇദ്ദേഹം വരാൻ മാത്രമുള്ള ബന്ധം എന്ത്? ഒന്ന്. രണ്ട്, വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം അതല്ല, ഇത് വ്യാജ വാർത്തയാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് ആണയിട്ട് വെല്ലുവിളിക്കുന്നു. സുപ്രഭാതത്തിനെതിരെ നിയമ നടപടിക്ക് തയ്യാറുണ്ടോ? മുന്നോട്ട് വാ. സുപ്രഭാതം പത്രത്തിന് നിയമ നടപടി എടുക്ക്. സുപ്രഭാത പത്രത്തിന്റെ നോട്ടീസ് അയക്കും, മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അത് നോട്ടീസ് അയക്കുമ്പോൾ അതിന് നിയമപരമായ നടപടിയുമായി മുന്നോട്ട് വരും. വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ തരത്തിലുള്ള മാന്യമായ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ആ രീതിയിൽ സത്യം മാത്രം സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് സമത്വ കേരള ജമിയത്തിനുള്ള പ്രവർത്തനത്തെ ശാക്തീകരിക്കാൻ മുന്നോട്ട് വരലല്ലേ വേണ്ടത്. അതേപോലെ ഇവിടെ പറഞ്ഞു വന്ന് കേട്ടു, ഞങ്ങൾ ഇന്നേ വരെ രാഷ്ട്രീയമായി ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നവർ 989 ആദ്യമായി തുടങ്ങുന്നത് എപ്പോഴാ? 89 പരസ്യമായിട്ട് പറഞ്ഞു ഇന്ന പാർട്ടിയെ പരാജയപ്പെടുത്തണം, ആ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്,
അതുകൊണ്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ, കൃത്യമായി പറഞ്ഞു, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ നാളെ പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും എന്നവർ പറഞ്ഞു. അങ്ങനെ പറയാൻ അവർക്ക് അവകാശം ആർക്കും പറയാം. പക്ഷേ സമത്തയുടെ കൊടി കെട്ടി പറഞ്ഞൂടാ. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ വേദിയിൽ വെച്ച് പറഞ്ഞൂടാ. ഇദ്ദേഹം സമത്തയുടെ വേദിയിൽ വെച്ച് സമത്തയുടെ കൊടി കെട്ടിയാണ് പറഞ്ഞത്. അത് തെറ്റാണെന്ന് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതാക്കൾ പറഞ്ഞു. ആ സമീപനം തുറന്നു കാലങ്ങളോളം. ഇപ്പോഴും ചെയ്ത പ്രവർത്തനം സമത്തയുടെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ അണികൾ എന്ന് പറഞ്ഞിട്ടാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ സമൂഹത്തിൽ രാഷ്ട്രീയ ഇടപെടൽ സമത്തക്ക് ഒരിക്കലും എവിടെയും ഇല്ലായിരുന്നു. ബാഫക്കി തങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല, പൂക്കോയത്തങ്ങളുടെ കാലത്തുണ്ടായിട്ടില്ല. ബാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങളും സമത്തയെ നയിച്ച മഹാരഥന്മാരാണ്. ശംസുലമയുടെ കാലത്തിലല്ലോ. ശംസുലമൻ ആദ്യ കാലത്ത് ശംസുലമ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ആരും പറഞ്ഞില്ലല്ലോ ശംസുലമ ചെയ്തു സമത്തയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയി എന്ന്. ബാഫക്കി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും കാലത്തില്ലാത്ത ആരോപണം. അവർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റുമാരായിരുന്നു. അതുപോലെ തന്നെ അവർ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർമാരായിരുന്നു. അന്നില്ലാത്ത ആരോപണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ആ ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാ? 974 നിങ്ങളുടെ ഈ ജില്ലയിൽ വെച്ച് നടന്നൊരു മുഷാവറ യോഗത്തിൽ അഖിലേന്ത്യാ നേതാവ് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ വരികയും അത് കഴിഞ്ഞ ഉടനെ 89 അദ്ദേഹം ആവശ്യപ്പെട്ടു സമത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. അത് പറ്റില്ലെന്ന് സമത്ത പറഞ്ഞപ്പോൾ അത് മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നു. അങ്ങനെ തനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും മുന്നോട്ട് പോയി. അവസാനം 89 ഇവരുടെ പ്രവർത്തനത്തിന്റെ മൂർധന്യ ദശയിൽ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയിൽ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് സമത്ത ഒരിക്കലും നടത്താൻ പാടില്ലെന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തിയത് കൊണ്ട് അച്ചടക്ക നടപടിയെടുത്ത് 6 പേരെ പുറത്താക്കി. ആ അച്ചടക്ക നടപടിയെടുത്ത് 6 പേരെ പുറത്താക്കുമ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന ആരാ? ഇപ്പുറത്തുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് പഠിക്കണം. ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്? ഒരൊറ്റ സംഭവം ഞാൻ പറയാം. വാഴക്കാട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്റെ വീട്ടിൽ നിന്ന് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് മുഷാവറയുള്ള ദിവസം ബഹുമാനപ്പെട്ടവർ ചൂട്ടുകെട്ടി പുറപ്പെടും കോഴിക്കോട്ടേക്ക്. മുഷാവറയുള്ള ദിവസം ചൂട്ടുകെട്ടി കണ്ണിയത്ത് ഉസ്താദ് പുറപ്പെടും. സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച പാവം മനുഷ്യൻ പുറപ്പെടുന്നു. ഫറൂഖ് ചുങ്കത്ത് വെച്ച് സുബൈ നമസ്കരിക്കും. അവിടുന്ന് ഒരു കട്ടൻ ചായ വാങ്ങി കുടിച്ച് ബഹുമാനപ്പെട്ടവർ വീണ്ടും നടക്കും. അങ്ങനെ നടന്ന് കോഴിക്കോട് മൂതാക്കര പള്ളിയിൽ ചെന്ന് മുഷാവറ യോഗം ചേർന്ന് ആ മുഷാവറ യോഗത്തിൽ വെച്ച് ഒരുപാട് ചർച്ചകൾ നടക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ പല സംശയങ്ങളുമായി വന്നിട്ടുണ്ടാകും. ആ സംശയങ്ങളൊക്കെ കൃത്യമായി ചർച്ച ചെയ്ത് അവർക്ക് മറുപടി കൊടുത്ത് മടങ്ങുമ്പോഴേക്കും വൈകുന്നേരമാകും. റഈസുൽ മുഹഖഖീൻ ഈ യോഗത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീശയിൽ ഒരണയുണ്ടാവും. ഇവിടുത്തെ ഒരങ്കടി കൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദ് പോകുന്നതിന്. ആ ഒരങ്കടി ഇങ്ങോട്ട് ഫറോക്ക് വരെ ബസ്സിന് വരാൻ. അങ്ങനെ തിരിച്ച് ഫറോക്ക് വരെ ബസ്സിന് വന്നാൽ എന്താ ഗുണം? ആ ചുങ്കം വരെ ബസ്സിന് വന്നാൽ പെട്ടെന്ന് നടന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ദർസ് നടത്തിയാൽ 1 or 2 സബക്ക് കുട്ടികൾക്ക് ആ ദിവസം കിട്ടും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു നാണയം കൊണ്ടുപോകുന്നത്. എന്നാ പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ ആദ്യം തന്നെ ബസ്സിന് പോയിക്കൂടെ? അത്രമാത്രം പണമില്ല, സാമ്പത്തിക ശേഷിയില്ല. ആ സാമ്പത്തിക ശേഷിയില്ലാത്ത പാവം കണ്ണിയത്ത് ഉസ്താദ്, അന്ന് സാമ്പത്തിക ദാരിദ്ര്യമുള്ള നമ്മുടെ ഉസ്താദുമാരുടെ ഗതി നോക്കണം. ഒരു കഞ്ഞി പോലും മര്യാദക്ക് കിട്ടില്ല അവർക്ക്. ടിഎ ഇല്ല, മറ്റൊന്നുമില്ല. മഹാനായ KV ഉസ്താദ് തന്റെ ബന്ധം വെച്ചുകൊണ്ട് അദ്ദേഹം നല്ല വാഴിലായിരുന്നു. നല്ല മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന പ്രബലനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ആ കഴിവ് കൊണ്ട് അദ്ദേഹം കോഴിക്കോട്ട് സുപരിചിതനാണ്. അദ്ദേഹം പറഞ്ഞയച്ചാൽ പാണ്ഡികശാലയിൽ ആളുകൾ അല്പം അരി കൊടുക്കും, അത് വെച്ച് കഞ്ഞി കുടിക്കും, മറ്റൊന്നുമില്ല. എന്നിട്ടാണ് ഈ പണ്ഡിതന്മാർ യോഗം ചേർന്ന് പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം കണ്ണിയത്ത് ഉസ്താദ് യോഗം കഴിഞ്ഞ് മുഷാവറ കഴിഞ്ഞ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി. ശ്രദ്ധിക്കണം, കണ്ണീര് വരും. ഈ സംഭവം ഞാൻ കേട്ടറിഞ്ഞപ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. ഒരു നല്ല പ്രാസ്ഥാനിക പ്രവർത്തകന് നല്ല മാതൃകയുണ്ട് അതില്. മഹാനായ റഈസുൽ മുഹഖഖീൻ കോഴിക്കോട്ട് വന്ന് ബസ് കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ തന്റെ മുമ്പിലേക്ക് ഒരു യാചകൻ വന്ന് കൈ നീട്ടിയപ്പോ ആ പാവത്തിന്റെ ഗതി കണ്ടപ്പോ തന്റെ കീശയിൽ നിന്ന് ഒരു നാണയം എടുത്തു കൊടുത്തു. പിന്നെ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി നടക്കുകയല്ലാതെ വരമില്ല. അവർ കോഴിക്കോട്ട് നിന്ന് നടക്കാൻ ആരംഭിച്ചു. ക്ഷീണിച്ച് അവശനായി ഇടയ്ക്ക് പള്ളിയിൽ കയറി അദ്ദേഹം വളരെയധികം വിഷമിച്ചുകൊണ്ട് തന്റെ ദാറുൽ ഉലൂമാകുന്ന വാഴക്കോട്ട പാഠശാലയിലേക്ക് വരികയാണ്. അവിടെ അദ്ദേഹം വന്നാൽ കുട്ടികൾക്കൊരു ദർസ് നടത്തി കൊടുക്കും എന്നാണെങ്കിലും ശരി. എന്നാൽ അന്ന് അദ്ദേഹം വരുമ്പോ കോഴിക്കോട്ട് നിന്ന് നടക്കുകയല്ലാതെ മാർഗമില്ലാത്തത് കൊണ്ട് നടന്നു വരുമ്പോ പള്ളിയിൽ വിശ്രമിച്ചും ക്ഷീണിച്ചും നടക്കുന്ന ആ മനുഷ്യൻ എത്താൻ വൈകിപ്പോയി. കുട്ടികൾ പലരും വിചാരിച്ചു ഉസ്താദിന് വരില്ലെന്ന് വിചാരിച്ച് കിടന്നുറങ്ങിപ്പോയി. ഒരാൾ മാത്രം ഉറങ്ങിയില്ല.
ആ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്ന ഹാദ്യമായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഉസ്താദ് വന്ന ഭക്ഷണം കഴിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അയാൾ പള്ളിയുടെ പൂമുഖത്ത് കാത്തിരുന്ന് അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയപ്പോ മുന്നിൽ ശബ്ദം കേട്ടു. ഹൗദൽ ശബ്ദം കേട്ടപ്പോൾ ഉസ്താദ് ആ മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹം ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ഉസ്താദാണ്. ഉസ്താദ് കിതക്കുന്നുണ്ട്, ഉസ്താദിന് വേർക്കുന്നുണ്ട്, നല്ല ക്ഷീണവും വിശപ്പും ശരിക്ക് കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടപ്പോ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. ഉസ്താദിനോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് അയാൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് വേഗം ഭക്ഷണം കഴിക്കണം, ഞാൻ അങ്ങേക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി തയ്യാറാക്കി ആ കൊണ്ടുവന്ന പാത്രം എടുത്തുകൊണ്ട് വൃത്തിയായി സുപ്രയിൽ ഭക്ഷണം വിളമ്പി വെച്ച് ഉസ്താദിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നീ കഴിച്ചോ, ഞാൻ കഴിക്കണില്ല. ഇയാൾക്ക് അത്ഭുതം തോന്നി. കാരണം കോഴിക്കോട്ട് നിന്ന് നടന്ന് ക്ഷീണിച്ച് അവശനായി വേർത്ത് കുളിച്ച് വളരെ പ്രയാസപ്പെട്ട് കിതച്ചു വരുന്ന ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നില്ല എന്നോ? അതെന്താ ഉസ്താദെ? ഉസ്താദ് പറഞ്ഞു, ഈ ഭക്ഷണം കൊടുത്തയക്കുന്നത് ദർസ് നടത്തുന്നതിന് മുദരിസിന് കൊടുത്തയക്കുന്ന ഭക്ഷണമാണ്. ഇവിടെ ദർസ് നടത്തുന്ന മുദരിസിനാണ് ഈ ഭക്ഷണം കൊടുത്തയക്കുന്നത്. ഞാൻ ഇന്ന് കോഴിക്കോട്ടേക്ക് യോഗത്തിന് പോയി തിരിച്ചു വരികയാണ്. കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയി. ഞാൻ ഇന്ന് ഒരു ദർസും നടത്തിയിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ ഒരു ദർസും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭക്ഷണം ഹലാലല്ല. നീ ഇത് കൊണ്ടുവരുന്ന ആളാണ്, നീ കൊണ്ടുവരിക എന്ന പണിയെടുത്തുകൊണ്ട് നിനക്ക് കഴിക്കാം, എനിക്ക് പറ്റൂല. ഇയാൾ കരഞ്ഞു പോയി. ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കൂല, ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കൂല, എനിക്ക് ഈ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സാധു പൊട്ടിക്കരഞ്ഞപ്പോ ഉസ്താദിനോട് ആ സാധു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെ വിഷമിച്ചെങ്കിൽ കിടന്നാൽ എനിക്കത് സഹിക്കൂല. അയാൾ പോലും ഭക്ഷണം കഴിക്കുന്നില്ല തന്നെ കൊണ്ട് എന്ന് കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ കഴിക്കാൻ, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നീ മുകളിൽ പോയി കുട്ടികളിൽ നിന്ന് കുറച്ചാളെ വിളിച്ചു കൊണ്ടുവാ. അയാൾ വേഗം പോയി കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നു. കുറച്ച് കുട്ടികൾ ഓടി വന്നു. ഉസ്താദ് വന്നു എന്ന് കേട്ടപ്പോ കിതാബ് കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് ഒരു സബക്ക്, ഒരു അധ്യായം അല്പം ദർസ് നടത്തി കൊടുത്തു. അത് ദർസ് നടത്തി ദീർഘനേരം ദർസ് നടത്തി കൊടുത്തു. ക്ഷീണിച്ച ഉസ്താദ് എന്നിട്ട് കുട്ടികളോട് പോകാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ ഈ ഭക്ഷണം എനിക്ക് ഹലാലായി, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തലയിലേക്ക് കൈവച്ച ഉസ്താദിന്റെ സൂക്ഷ്മത നോക്ക് നിങ്ങൾ. ആ കണ്ണിയത്ത് ഉസ്താദാണ് സമത്വ കേരള ജമിയത്തുലമയെ വളർത്തിയത്. എന്താണ് കണ്ണിയത്ത് ഉസ്താദ് അത്ര വലിയ സൂക്ഷ്മത കൊടുത്താൻ കാരണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വചനമുണ്ട്, തർക്കുൽ ലുക്മത്തിൻ മിൻ ഹറാം, തർക്കുൽ ലുക്മത്തിൻ മിൻ ഹറാം. ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണ്, ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഉപേക്ഷിക്കലാണ്. അഹബ്ബു ഇലയ്യ മിൻ അൽഫി റകഅത്തിൻ തതവ്വുഅ. 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് ഹറാമിന്റെ ഒരു പിടി ഭക്ഷണം ഒഴിവാക്കലാണെന്ന് നമ്മളെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം ആ ഉസ്താദിന് കൃത്യമായി തന്റെ മനസ്സിലേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹറാമായ ഭക്ഷണം ഒരു പിടി കഴിക്കാതിരിക്കലാണ് 1000 സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട കാര്യം. നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ടെന്താ, ഒരുപാട് സ്വലാത്ത് ചൊല്ലിട്ടെന്താ, ഒരുപാട് കരഞ്ഞു ദ്വാരന്നിട്ടെന്താ, സത്യസന്ധത സാമ്പത്തിക കാര്യത്തിൽ പുലർത്താതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുടി വിറ്റ് പൈസ വാങ്ങിയിട്ട് ഈ സമൂഹത്തെ വഞ്ചിച്ചിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി കരഞ്ഞാൽ അതൊന്നും വോട്ടാകുമെന്ന് കരുതണ്ട മക്കളെ. അതെനിക്ക് പറയാനുള്ളത്. അന്നും വോട്ടാവുമെന്ന് കരുതണ്ട. നിങ്ങൾ അടിസ്ഥാനം പഴിച്ചു പോയിട്ടുണ്ട്. കാരണം എന്താ? മത്അമുഹു ഹറാം മൽബസുഹു ഹറാം വഖദ ഉദിയ ബിൽ ഹറാം. അന്യായത്തിൽ ഊട്ടപ്പെട്ട ശരീരവും അന്യായത്തിൽ ഊട്ടപ്പെട്ട ഭക്ഷണവും അന്യായത്തിൽ ഊട്ടപ്പെട്ട വസ്ത്രവും കൊണ്ട് നടക്കുന്ന ആളുകൾ വലിയ താടിയും വലിയ തലപ്പാവും വെച്ച് ദുആ ചെയ്തിട്ട് പടച്ചറബ് അത് സ്വീകരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ. അങ്ങനെ വന്നാൽ ഈ ഇതിന്റെ ആളുകളെ തിരിച്ചറിയണം നിങ്ങൾ. അതാ വേണ്ടത്. ആത്മീയ സദസ്സിന് അതിന്റെ ഒരു ഗൗരവമുണ്ട്, പണ്ഡിത വേഷത്തിന് അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. അത് മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന ആളുകൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരത ചെറുതാണോ? ചിന്തിക്കും നിങ്ങൾ. ആ ക്രൂരമായ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്ന ആളുകളെ ഏത് തരത്തിലാണ് നമ്മൾ കാണേണ്ടത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. കാരണം ഒന്നാമത് 10 മണി എന്നൊരു സമയത്തിന്റെ ക്ലിപ്തത വേണം. ഇലക്ഷൻ കാലഘട്ടമാണ്. രണ്ടാമത്തേത് നിങ്ങളൊക്കെ വലിയ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ രംഗം കാണുമ്പോൾ ഈ കാലാവസ്ഥയുടെ മാറ്റത്തിൽ നിങ്ങളുടെ ഇരുത്തത്തിലൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. കാരണം മഴ പെയ്തിങ്ങനെ ചെളി തെറിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പടച്ചുറപ്പ് അനുഗ്രഹിച്ചാൽ മറ്റൊരു സമയത്തെ നമുക്ക് വിശാലമായി മനസ്സുറന്ന് പ്രവർത്തിക്കാൻ കഴിയൂ, പ്രസംഗിക്കാൻ കഴിയൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് വരാൻ തീർച്ചയായും അവസരം ലഭ്യമാകുമെന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുക. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ജനസമൂഹത്തിന് നിലനിൽക്കുന്ന ഭദ്രമായ സാമൂഹിക അന്തരീക്ഷം തകർക്കാനാണ് ഇവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്നത് മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഓരോ പ്രവർത്തനവും ഇവർ ചെയ്തതെടുത്ത് നിങ്ങൾ നോക്ക്.
ഈ ഉമ്മത്തിന് തലവേദന ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളല്ലാതെ എന്തു പ്രവർത്തനമാണ് ഇവർ കേരളത്തിൽ നടത്തിയത്? 989 സമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷം അവർ ഈ ഉമ്മത്തിനെ ഈ തരത്തിൽ വട്ടം കറക്കുന്ന പ്രവർത്തനങ്ങളല്ലേ നടത്തിയിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒന്നാമത്തെ പ്രവർത്തനമായിരുന്നു, നമുക്കൊക്കെ പൂർവ്വകാലം മുതൽ സുപരിചിതമായ ഒരു സംഗതിയാണ് മാസമുറപ്പിക്കുന്ന രീതി. നമ്മുടെ കാളിമാർ ഉത്തരവാദപ്പെട്ട നേതാക്കളെ ബന്ധപ്പെട്ട് മാത്രം ചെയ്യുക എന്ന ഏർപ്പാട്. അന്ന് മാസമുറപ്പിക്കുന്ന പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന 2 പേരാ. ഒന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ കോഴിക്കോട് സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചിക്കോയ തങ്ങൾ. ഈ 2 മഹാരഥന്മാരായ ആലിമീങ്ങളും, 2 ആളും ആലിമീങ്ങളാണ്, 2 ആളും സയ്യിദുമാരാ, 2 പേരും മഹാപണ്ഡിതന്മാരാ. ആ 2 പണ്ഡിതന്മാരാകുന്ന സയ്യിദന്മാർ ആലോചിച്ച് മാസമുറപ്പിക്കും. നമ്മളൊക്കെ അത് സ്വീകരിക്കും. ഉദയം വ്യത്യാസമുള്ള സ്ഥലത്ത് അവർ ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ ക്രമം അനുസരിച്ച് അവിടെയും ചെയ്യും. സഹായത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പോഴും ഇലക്ഷൻ സമയത്ത് അത് ഉദിക്കുന്നില്ല. എന്നാൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ 2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം, ആ സംഭവം നടന്ന് 2-2.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ഇലക്ഷന്റെ സമയത്ത് MLA-യുടെ മുമ്പിൽ ഈ പ്രശ്നം ഉന്നയിക്കുവാനും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ചയാക്കുവാനും എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, തന്റെ മുമ്പിൽ സഹായ ഹസ്തം നീട്ടുന്നതിന് വേണ്ടി ആരൊക്കെ വന്നവോ, ആരൊക്കെ സഹായം വേണമെന്ന് പറഞ്ഞ് കൈനീട്ടിയോ, ഏത് വിഷയത്തിലാണെങ്കിലും മുമ്പിൽ വന്ന ആളുകളോട് മണ്ണാർക്കാട് ഇപ്പോൾ മത്സരിക്കുന്ന MLA അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുപയോഗിച്ചുകൊണ്ട് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാൾക്കും അക്കാര്യത്തിൽ അദ്ദേഹത്തോട് വിരോധമില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യമായതുകൊണ്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി പറയുന്നതല്ല. വ്യക്തിപരമായ ഒരു വ്യക്തിക്കെതിരെ തെറ്റ് പ്രചരിപ്പിക്കുന്നതിന്റെ യാഥാർത്ഥ്യം നമ്മൾ പറയണമല്ലോ. ആര് സഹായാർത്ഥന നടത്തിയാലും തന്നെ കൊണ്ട് കഴിയുന്ന സഹായമാണ് ചെയ്തിട്ടുണ്ട്, ആരെയും അവഗണിച്ചിട്ടില്ല. പക്ഷേ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് ചിലർ സമീപിച്ചപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തത്തോടെ തുറന്നു പറഞ്ഞു, ഈ കേസിൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. ആ കേസിനെ കുറിച്ച് മീഡിയകളിൽ വന്നത് കൃത്യമായി നമ്മൾ കണ്ടു. പോലീസ് കേസെടുത്ത് നമ്മൾ കണ്ടു. അങ്ങനെ കുടുങ്ങുമെന്നായപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആളും അതേപോലെ തന്നെ അയാളുടെ സഹായിയായ സ്ത്രീയും വിലങ്ങ് വെക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ, രക്ഷയ്ക്ക് വേണ്ടി MLA-യുടെ മുമ്പിൽ വന്നപ്പോ ധാർമ്മികോത്തരവാദിത്തത്തിന്റെ പേരിൽ MLA പറഞ്ഞു, ഞാൻ സഹായിക്കില്ല. അത് രാഷ്ട്രീയ വിരോധമായിരുന്നില്ല, മറ്റു പ്രസ്ഥാന വിരോധമായിരുന്നില്ല, ധർമ്മത്തിന്റെ പക്ഷത്ത് MLA നിന്നു എന്ന് മാത്രം. ഈ രീതിയിൽ സത്യത്തിനെതിരെ ചെയ്ത ഒരു വിഭാഗത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നതുകൊണ്ട് ഒരാൾ ക്രൂശിക്കപ്പെടാൻ പാടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഒപ്പമാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും. നമ്മുടെ മക്കൾക്കായിരുന്നു ആ ഗതി വന്നിരുന്നത് എങ്കിൽ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും? MLA ആയ സഹായം നൽകിക്കൊണ്ടത് മറച്ചു വെക്കാൻ കൂട്ടുനിന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഗതി? പിന്നെ ഈ തിന്മ ആവർത്തിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികൾ പിച്ചു ചീന്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ലേ? അവിടെ സത്യത്തിൽ ഈ സംഗതി പുറത്തു പറയാൻ കഴിയാതെ, ഇതിൽ സഹായിച്ചില്ല എന്ന് പറയാതെ, അത് മറച്ചു വെച്ചുകൊണ്ട് വേറെ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അന്നത്തെ ഈ വൃത്തികെട്ട പ്രവർത്തനത്തിൽ സഹായം കൊടുത്തില്ല എന്നതിന്റെ പേരിൽ പക പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കണം, ഇതിന്റെ സത്യം അറിയുവാനും അത് അറിയിക്കുവാനും കെൽപ്പുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധവും കൂടി അവർക്കുണ്ടാവണം. അതുകൊണ്ടാണ് ആളുകൾ അത് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് തന്നെ അങ്ങനെ പറഞ്ഞത് അപകടമായി പോയി എന്നൊരു തോന്നലുണ്ടായി. കാരണം അവർ ആഗ്രഹിക്കാതെ പീഡന കേസ് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. നമ്മളത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മണ്ഡലത്തിൽ തന്നെ പല യോഗങ്ങളുണ്ടായപ്പോഴും നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്തു എന്നല്ലാതെ പിന്നെ അത് ലൈവാക്കി നിർത്തുവാനോ ഈ സമൂഹത്തിൽ അതൊരു മോശപ്പെട്ട പ്രവൃത്തിയാക്കി വളർത്തുവാനോ നമ്മളാരും ശ്രമിച്ചില്ല. കാരണം അങ്ങനെ സംഭവിച്ചത് നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ, ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതിലുപരി നമ്മളതിൽ ഇടപെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് നിയമപരമായി കോടതി ജാമ്യം കൊടുത്തപ്പോ MLA ജാമ്യമായി കൊടുത്തു എന്ന രീതിയിലാണ് പ്രചരണം നടന്നത്. കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്, അതിൽ MLA-ക്ക് ഒരു ചുക്കും വഹിക്കാൻ കഴിയില്ല എന്ന കാര്യം കോടതി നടപടിക്രമങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക വിവരമുള്ള ആളുകൾക്കറിയാം. അങ്ങനെ എന്ന് മാത്രമല്ല, ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട്, അഥവാ കല്ലാങ്കുടി സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം ആഴ്ചകൾക്ക് ശേഷം തന്റെ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ കുറ്റ്യാടിയിൽ വെച്ച് അവരുടെ പ്രമുഖനായ നേതാവ് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും അതിന്റെ നേതാക്കളെയും വളരെ നന്നായി പുകഴ്ത്തി പ്രസംഗിച്ചത് വളരെ വ്യക്തമായി പത്രങ്ങളിലൊക്കെ വന്നതാണല്ലോ. അതിന്റെ കാരണം എന്താ? അവരുണ്ടാക്കുന്ന കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രത്തിൽ സഹായത്തിന് അവർ മന്ത്രിമാരെ വിളിച്ചപ്പോൾ അവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്ന് നോളജ് സിറ്റിയിലെ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടല്ലേ പ്രസംഗിച്ചത്. ആ സംഭവത്തിൽ എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് അന്ന് ഈ വിരോധം ഉണ്ടായില്ല? കല്ലാങ്കുടി സംഭവം നടന്ന ആഴ്ചകൾക്ക് അപ്പുറത്തല്ലേ സംഭവിച്ചത്. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ എന്താ കാരണം? ഉയർത്തിക്കൊണ്ടുവരാൻ കാരണം MLA-യോടുള്ള വ്യക്തിപരമായ കുടിപ്പകയാണ്. അതിന് നമ്മൾ രാഷ്ട്രീയമായി കണ്ടുകൂടാ. അതിനെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയമായി കണ്ടുകൂടാ. അത് രാഷ്ട്രീയമല്ല. ആ രംഗത്ത് കൃത്യമായി തെറ്റിദ്ധാരണക്കെതിരെ
നമ്മൾ ഓരോരുത്തരും തങ്ങളുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഒരു അധർമ്മം നടക്കുമ്പോൾ ആ അധർമ്മത്തിനെതിരെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. MDP സമത്വയുടെ സംഘടനയാണെന്ന് പ്രചരിപ്പിച്ചപ്പോൾ അതല്ല നമ്മൾ പറഞ്ഞില്ലേ? അതിന് നമ്മുടെ നേതാക്കൾ മുന്നോട്ട് വന്നില്ലേ? എന്ന പോലെ ഈ വിഷയത്തിൽ മറുപക്ഷത്തെ ഒരു വ്യക്തി ജനങ്ങളെ തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനം സ്വീകരിക്കാൻ യാതൊരു തരത്തിലും സമൂഹത്തിന് ബാധ്യതയില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ നമുക്കില്ലേ? ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് സഹായിച്ചാൽ മണ്ണാർക്കാട്ടെ വോട്ടർമാർക്കിടയിൽ എന്നല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഈ നേതാവിന്റെ വാക്കിന് ഒരു വിലയും സമൂഹം കൽപ്പിക്കില്ല എന്ന് ഈ സമൂഹം തെളിയിച്ചു കൊടുക്കും. അതിന്റെ സമയമാണ് സമാഗതമാകാൻ പോകുന്നത്. ഒരു പക്ഷേ മുഖം കെടുത്തണേ എന്ന് കണ്ണിയത്ത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫലപ്പെടുക, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അത് പുറത്തു വരിക. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തിയിട്ട് ചില പാർട്ടികളുടെ വോട്ട് വിലക്ക് വാങ്ങാനുള്ള ഉത്സുക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് അത് സംബന്ധമായി മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തരത്തിൽ ഫാസിസ്റ്റുകളുടെ വോട്ട് പോലും വില കൊടുത്ത് വാങ്ങിയിട്ടെങ്കിലും തങ്ങളുടെ വാക്ക് ശരിക്ക് പുലരണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനു വേണ്ട അണിയറ നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വളരെ ഗൗരവത്തോടെ നമ്മൾ ആ വിഷയത്തെ കാണണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന വീതിയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വഹിച്ച പങ്ക് നിങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിന് പുറത്തുള്ള മുസ്ലിംകൾ അനുഭവിക്കുന്ന കട്ടപ്പാടുകളും പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ എന്താണ് കേരളത്തിലെ മുസ്ലിംകൾക്ക് സമത്വം നേടിക്കൊടുത്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് ആരോ പ്രസംഗിച്ചുവെന്നറിഞ്ഞു സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പാഠശാലകളാകുന്ന മദ്രസകളിലൂടെ കുട്ടികൾക്ക് സംഘടന പഠിപ്പിക്കലാണെന്ന്. ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അവർ നേരത്തെ നമ്മുടെ മദ്രസക്ക് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. ഇവർ ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷം കോഴിക്കോട്ട് അവർ ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് തുറന്നുകൊണ്ട് ആദ്യമായി അവരുടെ പത്രത്തിൽ കൊടുത്ത വാർത്ത നമ്മളൊക്കെ ഇന്നും എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് മാവൂർ റോഡിലേക്ക് മാറ്റി എന്നാണ് അവർ കൊടുത്തത്. ഇനി എന്ത് ഫീസും അവിടെ കൊണ്ടുവന്ന് അടക്കണമെന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അപ്പോഴാണ് സമത്വ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കൃത്യമായ പത്രക്കുറിപ്പ് വന്നത്. ചേളാരിൽ തന്നെയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഇവർ ചെയ്ത പ്രവർത്തനം നമ്മുടെ മദ്രസകളിൽ നിന്ന് പിരിവെടുക്കുന്നതും മറ്റും ആ തരത്തിലുള്ള ഓഫീസിൽ കൊണ്ടുപോയി അടച്ച് ചേളാരിയിൽ ഒരു ഫീസും അടക്കാതെ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഒരു പ്രത്യേക ക്യാമ്പയിൻ നടത്തി ഈ മദ്രസയിലെ ഫീസ് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് സമത്വയുടെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കൃത്യമായി പ്രഖ്യാപിച്ചത് കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അനുകൂലിക്കുന്നവർ മാത്രമേ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കരാർ പത്രം ഒപ്പിടണം, അല്ലാത്തവർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. എന്തിനാണ് സമത്വ അങ്ങനെ തീരുമാനമെടുത്തത്? ഇവര് മദ്രസയിൽ മുഅല്ലിങ്ങളെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന 10-27 വർഷം മുമ്പുള്ള ഈ സംഭവങ്ങളെ കുറിച്ച് പുതുതലമുറക്ക് പരിചയമുണ്ടാവില്ല. മദ്രസകളിൽ മുഅല്ലിങ്ങൾ കയറിയിട്ട് പിരിവെടുത്തിട്ട് ചേളാരി കൊണ്ടുപോയി ഫീസ് അടക്കില്ല. പൊതുപരീക്ഷയുടെ ഫീസ് അടക്കം പിരിച്ചെടുത്തിട്ട് മാവൂർ റോഡിൽ കൊണ്ടുപോയി അടക്കും അവര്. അങ്ങനെ നമ്മുടെ മദ്രസയിൽ ഈ മുഅല്ലിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കമ്മിറ്റിക്കാർ അറിയില്ല. ഇപ്പൊ നിങ്ങളൊക്കെ മുഅല്ലിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മദ്രസയിൽ പിരിവെടുക്കുന്നത് ഒരുപക്ഷെ മദ്രസ കമ്മിറ്റി അറിയില്ലല്ലോ. നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പലപ്പോഴും അറിയില്ല. ചില സന്ദർഭത്തിൽ പൊതുപരീക്ഷയ്ക്ക് പോലും കുട്ടികളെ ഫീസ് അടക്കാതെ അപകടപ്പെടാറുണ്ട് ചില മുഅല്ലിങ്ങളുടെ അലംഭാവം കൊണ്ട്. അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ നടക്കുമ്പോഴും കമ്മിറ്റിക്കാർ അത്ര കൃത്യമായി നോക്കാറില്ല. കണിശമായി നോക്കുന്ന സ്ഥലത്തൊന്നും സംഭവിക്കാറുമില്ല. ആ തരത്തിൽ മുഅല്ലിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച കമ്മിറ്റി കാര്യങ്ങളൊക്കെ അവരേൽപ്പിക്കും. അങ്ങനെ വന്നപ്പോൾ പല മുഅല്ലിങ്ങളും ഈ പ്രവർത്തനം തുറന്നപ്പോൾ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തീരുമാനമെടുത്തു, മുഅല്ലിം ശരിക്ക് സമത്വയുടെ നേതാക്കളെ അംഗീകരിക്കുന്നവരാകണം. ആ കരാർ പത്രത്തിന്റെ പശ്ചാത്തലത്തിലെ മദ്രസയിൽ ജോലി ചെയ്യാവൂ എന്ന നിയമം വെച്ചപ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പോഴാണ് ഇവർ പ്രയാസപ്പെട്ടത്. അതിനുശേഷം പിന്നീട് അവർ ചെയ്ത പ്രവർത്തനം ഏത് സ്ഥലത്തും മദ്രസ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. എങ്ങനെയെങ്കിലും ജനറൽ ബോഡിയിൽ 10 പേരെ ഉള്ളുവെങ്കിലും ആ 10 പേർ ജനറൽ ബോഡിയിൽ ബഹളമുണ്ടാക്കി ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളുടെ സിലബസ് പഠിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ പല മദ്രസകൾക്കും ചുമര് വെച്ചു. ചില മദ്രസകളിൽ 2-3 ക്ലാസ്സുകൾ അവരുടെ പാഠം, ബാക്കി ക്ലാസ്സുകളിൽ സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠം, ഇങ്ങനെ വീതം വെപ്പ് ഏർപ്പാടുണ്ടാക്കി. ചുരുക്കത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തെ താളം തെറ്റിച്ചെങ്കിൽ മാത്രമേ പുതുതലമുറയുടെ തങ്ങൾക്കൊപ്പം നിൽക്കാൻ
കിട്ടുമെന്ന് അവർക്കറിയാം. അതിന് അവരുടെ പാഠം കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ ആദർശം പഠിപ്പിക്കുന്നതിന് വേണ്ടി ചെറുപ്പത്തിലെ കുട്ടികളെ കിട്ടണം. ഇതാണ് മദ്രസയെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനുവേണ്ടി പല സ്ഥലത്തും മദ്രസകളുടെ സിലബസ് മാറ്റി, പല സ്ഥലത്തും മദ്രസ കമ്മിറ്റികളുടെ വ്യാജമായി രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഭാഗമായിരുന്നു പെരുവണയിൽ ഒരു മദ്രസ വ്യാജ രജിസ്ട്രേഷൻ നടത്തിയത്. അത് വക്കീലിനോട് ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കാതെ വന്നപ്പോ ശംസുൽ ഉലമ തന്നെ സ്വപ്നത്തിൽ ആ വക്കീലിനോട് വന്ന് പറഞ്ഞതും ആ വക്കീൽ അത് ഏറ്റെടുത്തതും സമത്വക്ക് ആ മദ്രസ തിരിച്ചു കിട്ടിയതും നിങ്ങളൊക്കെ കേട്ട കാര്യമാണ്. കൃത്യം